ഗുരവേ ഗൗരചന്ദ്രായ രാധികായ തദാലയ കൃഷ്ണായ കൃഷ്ണഭക്തായ തദഭക്തായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട എല്ലാ ഭക്തർക്കും വിനീതമായ പ്രണാമം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ 11-ാമത്തെ അധ്യായത്തിന്റെ അവസാനത്തെ കുറച്ച് ഭാഗങ്ങളാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഇനി കുറച്ച് ശ്ലോകം കൂടിയുള്ളൂ ഈ ഒരു അധ്യായത്തിൽ. ശ്ലോകം 35 വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു. അവസാനം നമ്മൾ ചർച്ച ചെയ്ത ആ ഒരു തീം എന്തായിരുന്നു? ഭഗവാൻ കൃഷ്ണൻ എങ്ങനെയാണ് രാജ്ഞിമാരുമായിട്ടുള്ള ആ ഇടപെടലുകൾ എങ്ങനെയാണെന്നുള്ളത്. കൃഷ്ണൻ ഭഗവാൻ വരുന്ന സമയത്ത് രാജ്ഞിമാര് ഭഗവാനെ സ്വീകരിക്കുന്ന രീതികൾ, ഭഗവാൻ തിരിച്ചും അവരോട് തിരിച്ചും ആ സ്നേഹം പ്രകടിപ്പിക്കുന്നു. രാജ്ഞിമാരുടെ സ്നേഹം എങ്ങനെയാണ് അവർ പ്രകടിപ്പിക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ വിശദമായി. 36-ാമത്തെ ശ്ലോകം മുതലാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത് അവസാനത്തെ ഭാഗമാണ് ഈ ഒരു അധ്യായത്തിലെ. ഭഗവാൻ കൃഷ്ണന്റെ അതീന്ദ്രിയമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഗുണങ്ങളും അതീന്ദ്രിയമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ക്യാരക്ടർ, അദ്ദേഹം സാധാരണ ഒരു വ്യക്തിയല്ല എന്നുള്ളത് ഈ ശ്ലോകങ്ങളിലൂടെ നമുക്ക് പ്രൂവ് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. പ്രത്യേകിച്ചും 36-ാമത്തെ ശ്ലോകം അതിമനോഹരമാണ്. 36, ശ്ലോകം 36. ഉദ്ധാമ ഭാവപിശുനാമലവൽഗുഹാസ വ്രീഡാവലോകനിഹതോ മദനോപി യാസാം സമ്മൂഹ്യ ചാപമജഹാത് പ്രമദോത്തമാസ്താ യസ്യേന്ദ്രിയം വിമതിതും കുഹകൈർന ശേഷേകു. ഉദ്ധാമ ഭാവപിശുനാമലവൽഗുഹാസ വ്രീഡാവലോകനിഹതോ മദനോപി യാസാം സമ്മൂഹ്യ ചാപമജഹാത് പ്രമദോത്തമാസ്താ യസ്യേന്ദ്രിയം വിമതിതും കുഹകൈർന ശേകു. ഉദ്ധാമ പിശുനാമലവൽഗുഹാസ വ്രീഡാവലോകനിഹതോ മദനോപി യാസാം സമ്മൂഹ്യ ചാപമജഹാത് പ്രമദോത്തമാസ്താ യസ്യേന്ദ്രിയം വിമതിതും കുഹകൈർന ശേകു. ഹരേ കൃഷ്ണ പ്രഭുജി പറഞ്ഞോട്ടെ, ചൊല്ലിക്കോട്ടെ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 36. ഉദ്ധാമ ഭാവ വിശുനാ അമലവൽകുലാസ വ്രീഡാവലോകനിഹതോ മദനോപി യാസാം സംയുഹ്യ ചാപ അജഹാത് പ്രമദോത്തമാസ്താ യസ്യേന്ദ്രിയം വിമതിതും കുഹകൈർന ശേകു. വിവർത്തനം ശ്രീലപ്രഭുപാദ് ജയ്. രാജ്ഞിമാരുടെ മനോഹര മന്ദഹാസങ്ങളും കടക്കൻ നോട്ടങ്ങളുമെല്ലാം കുറ്റമറ്റവയും പ്രചോദിപ്പിക്കുന്നവയും ആയിരുന്നു. കാമദേവനെ പോലും തോൽപ്പിച്ച് നിരാശയാൽ ചാപം ഉപേക്ഷിപ്പിക്കാൻ അവയ്ക്ക് കൽപ്പുണ്ടായിരുന്നു. സഹനശീലനായ ശിവൻ പോലും അവയ്ക്ക് ഇരയായിത്തീരാം. ഇങ്ങനെയൊക്കെ ആയിരുന്നിട്ടും അവരുടെ മാന്ത്രികമായ ചേഷ്ടകളും ആകർഷണങ്ങളുമെല്ലാം ഉണ്ടായിട്ടും അവർക്ക് ഭഗവാന്റെ ഇന്ദ്രിയങ്ങളെ പ്രക്ഷുബ്ധമാക്കാൻ കഴിഞ്ഞില്ല. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു. ഹരേ കൃഷ്ണ. ഇതാണ് വളരെ അതിമനോഹരമായിട്ടുള്ള ശ്ലോകം ഇവിടെ പറയുന്നു. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഭഗവാൻ സാധാരണ ഒരു വ്യക്തിയല്ല എന്നുള്ളത്. പല ആളുകളും തെറ്റിദ്ധരിക്കുന്നു ഭഗവാൻ കൃഷ്ണനെ. ഭഗവാൻ 16,108 ഭാര്യമാരെ വിവാഹം കഴിക്കുന്നു, അല്ലെങ്കിൽ രാജ്ഞിമാരെ വിവാഹം കഴിക്കുന്നു എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഭഗവാനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഗോപികമാരുടെ കൂടെ ഭഗവാൻ രാസലീല ചെയ്യുന്നു എന്നുള്ളത് പറയുന്നവരുണ്ട്. അത് വൃന്ദാവനത്തിലെ ഗോപികമാരുടെ എണ്ണം പറയാനാണെങ്കിൽ 16,000 അല്ല, അത് കോടിക്കണക്കിനാണ്. അതിനൊരു അവസാനം അല്ലെങ്കിൽ ആ ഒരു കണക്കില്ല. അത്രമാത്രം ആളുകൾക്ക് അസൂയാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഭഗവാൻ ആരാണെന്ന് അറിയില്ല, ഭഗവാന്റെ പൊസിഷൻ എന്താണെന്ന് അറിയില്ല, അദ്ദേഹത്തിന്റെ ക്യാരക്ടർ എന്താണെന്ന് അറിയില്ല, അദ്ദേഹത്തിന്റെ അതീന്ദ്രിയമായിട്ടുള്ള ഭാവത്തെക്കുറിച്ച് അറിയില്ല. അങ്ങനെയുള്ളവരെ നമ്മളെ പോലുള്ള സാധാരണ ഒരു മനുഷ്യനായിട്ട് ചിത്രീകരിക്കുമ്പോൾ ഇതെല്ലാം മോശമാണെന്നുള്ള രീതിയിലാണ് ആളുകൾ പറയുന്നത്. ഒന്ന് ആലോചിക്കണം, പരമദിവ്യോത്തമ പുരുഷനെയാണ് പറയുന്നത്.
ആ പറയുന്ന വ്യക്തികൾക്ക് ശ്വാസവും വെള്ളവും അല്ലെങ്കിൽ ആ ശരീരവും ആ പറയാനുള്ള നാവും വായയും എല്ലാം കൊടുത്തിട്ടുള്ളത് ഭഗവാനാണ്. എന്നിട്ട് അതേ ഭഗവാനെ തന്നെ മോശമായിട്ട് പറയുന്നു. ഇതാണ് അവസ്ഥ. പറഞ്ഞിട്ട് കാര്യമില്ല. എന്നെങ്കിലും ഒരു ദിവസം അവരെല്ലാവരും മാറും. അതിന് സംശയമൊന്നുമില്ല. കാര്യം നമ്മളും ഒരുപക്ഷെ ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ടുണ്ടാവും. ഭഗവാന്റെ കൃപ കൊണ്ടും ഗുരുജനങ്ങളുടെ കൃപ കൊണ്ടും നമ്മൾ ഇപ്പോൾ കുറച്ചെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നു. ഈ ശ്ലോകത്തിൽ പറയുന്നു, ഉദ്ധാമ ഭാവ പിശുനാ മല വൽഗുഹാസ വിരീഡാവലോകനിഹതോ മദനോപിയാസാം. ഭഗവാന്റെ ഇന്ദ്രിയങ്ങൾ സാധാരണ ഇന്ദ്രിയങ്ങളല്ല, ജഡേന്ദ്രിയങ്ങളല്ല. നമ്മളെ പോലുള്ള ഇന്ദ്രിയങ്ങളാണെങ്കിൽ എപ്പോൾ അത് പ്രകോപം, അതായത് അതിനെ പ്രകോപിപ്പിക്കാൻ അല്ലെങ്കിൽ അതിനെ അജിറ്റേറ്റ് ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, എളുപ്പമാണ്. ഇവിടെ 16,108 ഭാര്യമാരെ, ഇനി ഈ ഭാര്യമാരും അല്ലെങ്കിൽ ഈ രാജ്ഞിമാര് സാധാരണ രാജ്ഞിമാരല്ല. അവരുടെ സൗന്ദര്യത്തെക്കുറിച്ച് പറയാനില്ല. എല്ലാവരും തോറ്റുപോകും. അതേപോലുള്ള സൗന്ദര്യമാണ്. അതാണ് പറയുന്നത്, കാമദേവൻ പോലും അവരുടെ ആ സൗന്ദര്യത്തിന് മുമ്പിൽ വീണു പോകുന്നു. അല്ലെങ്കിൽ കാമദേവനോ ഭഗവാൻ ശിവനെ കുറിച്ച് ഇവിടെ പറയുന്നത് വേറെ ഒന്നുമല്ല, ഭഗവാൻ ശിവന്റെ ആ ഒരു പൊസിഷൻ പറയുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം തീർച്ചയായിട്ടും ഭഗവാൻ കൃഷ്ണന്റെ അല്ലെങ്കിൽ വിഷ്ണുവിന്റെ ഒരു വിസ്തരണം തന്നെയാണ്, സംശയമില്ല. എന്നാലും നമ്മളെ ഇവിടെ പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കുകയാണ്. കാര്യം ഭഗവാന്റെ പൊസിഷൻ തീർച്ചയായിട്ടും ഭഗവാൻ ശിവനേക്കാൾ മുകളിലാണ്. ഭഗവാൻ ശിവൻ തന്നെ ഭഗവാനോട് തൊട്ട് ചേർന്ന് നിൽക്കുന്ന വ്യക്തിയും കൂടിയാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് പോലും ഒരു ആകർഷണം തോന്നാം എന്നാണ് പറയുന്നത്. തോന്നാം. അതേപോലെയുള്ള ആകർഷണമാണ്, അതുപോലുള്ള സൗന്ദര്യമാണ് ഈ രാജ്ഞിമാർക്കുള്ളത്. എന്നാൽ ഭഗവാനെ അവർക്ക്, ഭഗവാന്റെ ഇന്ദ്രിയങ്ങളെ അവർക്ക്, അല്ലെങ്കിൽ അതുകൊണ്ട് ഭഗവാന്റെ ഇന്ദ്രിയങ്ങൾ ഒരു കാരണവശാലും ഒന്നും സംഭവിക്കുന്നില്ല. ഇന്ദ്രിയങ്ങളെല്ലാം വളരെ വളരെ നിയന്ത്രണത്തിലാണ്. ശ്രീല പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു, ആചാര്യന്മാര് ഭാവാർത്ഥത്തിൽ പറയുന്നു ഇവരുടെ സൗന്ദര്യത്തെക്കുറിച്ചും. അതായത് ഭഗവാൻ അവരിൽ ആകർഷിതരാവുന്നത് അവരുടെ സൗന്ദര്യമല്ല. ഇതാണ് പോയിന്റ്. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. ഭഗവാൻ ഒരു വ്യക്തിയിൽ ആകർഷിതനാവുന്നത് അവരുടെ സൗന്ദര്യം കൊണ്ടല്ല, ഭംഗി കൊണ്ടല്ല. അത് പുരുഷനാവട്ടെ സ്ത്രീ ആവട്ടെ, ഭംഗിയിലല്ല. മദനമോഹനായിട്ടുള്ള ഭഗവാനെ നമ്മളെ പോലുള്ള ആളുകൾ സുന്ദരനാണ് എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ സുന്ദരിയാണെന്ന് പറഞ്ഞ് അതിൽ ഭഗവാൻ എങ്ങനെ ആകർഷിതനാവാനാണ്? അതിലൊന്നും അദ്ദേഹം അട്രാക്റ്റഡ് ആവില്ല. ഭംഗിയിൽ ഒരു കാരണവശാലും. അതുകൊണ്ടാണ് പറയുന്നത്, പ്രഹ്ലാദ മഹാരാജ് പറഞ്ഞിട്ടുള്ളത് 7ാമത്തെ സ്കന്ധത്തിൽ അദ്ദേഹം പറയുന്നു, അതായത് സൗന്ദര്യമല്ല, തപസ്യയല്ല, വലിയ കുടുംബത്തിലുള്ള ജന്മം, അല്ലെങ്കിൽ വലിയൊരു കുടുംബത്തിൽ, പേരുകെട്ട ഒരു കുടുംബത്തിൽ ജനിച്ചു, അല്ലെങ്കിൽ ഒരുപാട് കഴിവുകളുണ്ട്, ഒരുപാട് ഫേമസ് ആണ് എന്നുള്ളതൊന്നും അല്ല ഭഗവാനെ ആകർഷിപ്പിക്കുന്നത്. ഇതൊന്നും ആകർഷിപ്പിക്കില്ല. ഇനി അതല്ല, വലിയ വലിയ തപസ്യകൾ ചെയ്യുന്നു, തീയിന്റെ നടുക്ക് തീയെല്ലാം ചുറ്റും വെച്ച് നടുക്കിലിരുന്ന് തപസ്യ ചെയ്യുന്നു, അല്ലെങ്കിൽ തണുപ്പ് അല്ലെങ്കിൽ ഐസ് പോലെ ഉള്ള വെള്ളത്തിൽ നദിയിൽ പോയി, ഹിമാലയത്തിലോ എവിടെയെങ്കിലും പോയി കഴുത്ത് വരെ വെള്ളം അല്ലെങ്കിൽ മുങ്ങി നിന്നുകൊണ്ട് അവിടെ തപസ്യ ചെയ്യുന്നു. ഇങ്ങനെയുള്ളതൊന്നും കൊണ്ടും ഒന്നും ഭഗവാനെ ആകർഷിപ്പിക്കാൻ സാധിക്കില്ല. ഇനി ജന്മമാവട്ടെ, ഐശ്വര്യമാവട്ടെ, ശ്രുത, ഇനി എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ പാണ്ഡിത്യമാവട്ടെ, നല്ല ജന്മം അല്ലെങ്കിൽ ഭംഗിയാവട്ടെ, എന്ത് ഐശ്വര്യം വേണമെങ്കിൽ എടുത്തോളൂ, ഒന്നും തന്നെ, അല്ലെങ്കിൽ ഏത് തപസ്യ വേണമെങ്കിൽ എടുത്തോളൂ, ഒന്നും ഭഗവാനെ ആകർഷിപ്പിക്കില്ല. മന്യേ ധനാഭിജന രൂപ തപ ശ്രുതൗചസ് തേജ പ്രഭാവ ബല പൗരുഷ ബുദ്ധിയോഗ നാരാധനായ ഹി ഭവന്തി പുംസ ഭക്തിയ തുതോഷ ഭഗവാൻ ഗജയൂതപായ. ഇത് 7ാമത്തെ സ്കന്ധത്തിൽ പ്രഹ്ലാദ് പറയുന്നതാണ്. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിലൊന്നും അവസാനം പറയുന്ന ലൈനാണ്. അതായത് ഭഗവാൻ ആകർഷിതനാവുന്നത് വേറെ ഒന്നിലുമല്ല, ഭക്തിയിൽ മാത്രം. ഇവിടെയും രാജ്ഞിമാരുടെ സൗന്ദര്യം പറയുന്നത് നമ്മുടെ ഒരു ചിന്തയ്ക്കപ്പുറത്താണ്.
അചിന്ത്യമായിട്ടുള്ള അത്രമാത്രം സൗന്ദര്യമുണ്ട്. എന്നാൽ അവർക്കും ഒന്നും അവരുടെ സൗന്ദര്യത്തിലല്ല ഭഗവാൻ ആകർഷകനാവുന്നത്, മറിച്ച് അവരുടെ അചഞ്ചലമായിട്ടുള്ള, അനന്യമായിട്ടുള്ള, പരിശുദ്ധമായിട്ടുള്ള, പ്രേമപൂരിതമായിട്ടുള്ള ഭക്തിയുത സേവനങ്ങളിൽ ഭഗവാൻ വീഴുന്നു. അവിടെ ഭംഗിക്കും പ്രസക്തിയില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഭക്ത്യാ തുട്ടോഷ ഭഗവാൻ ഗജയൂതപ്പായ. ഈ ഗജേന്ദ്രന് സൗന്ദര്യം ഉണ്ടായിരുന്നു. ഗജേന്ദ്രൻ വെറും ആനയായിരുന്നു. ഗജേന്ദ്രന്റെ പാണ്ഡിത്യം, വേദങ്ങളെല്ലാം അറിയുന്ന വ്യക്തിയായിരുന്നു. ആനയായിട്ട് നമ്മൾ കണക്കാക്കുവാണെങ്കിൽ അതിനു മുമ്പുള്ള ജന്മത്തിലെ ഇന്ദ്രദുമ്ന മഹാരാജായിരുന്നു എന്നുള്ളത് തൽക്കാലം അവിടെ നിൽക്കട്ടെ. ആനയായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആനയ്ക്ക് സൗന്ദര്യം നമ്മൾ പറയാൻ ഒന്നും പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി പാണ്ഡിത്യം ഒന്നുമില്ല. ഗജേന്ദ്രനാണെങ്കിൽ അവിടെ അദ്ദേഹം രാജാവായിട്ട് നടക്കുമായിരുന്നു കാട്ടിൽ. അല്ലാതെ വലിയ തപസ്സുകളൊന്നും ചെയ്തിട്ടില്ല. ഒരുപാട് ഭാര്യമാരും ഒരുപാട് കുട്ടികളും ഉണ്ടായിരുന്നു, ആനക്കുട്ടികൾ. അങ്ങനെയുള്ള ഒരു ഗജേന്ദ്രന് ഭക്ത്യാ തുതോഷ ഭഗവാൻ ആകർഷിതനാവുന്നു ഗജേന്ദ്രനിൽ. കാര്യം ഗജേന്ദ്രന്റെ ഹൃദയത്തിലുള്ള ഭക്തിയിൽ. അതാണ് വ്യാദസ്യാചരണം ധ്രുവസ്യ ചവയോ വിദ്യാ ഗജേന്ദ്രസ്യ കാ കുബ്ജായാ കിമു നാമ രൂപമതികം കിം തത്സുധാംനോധനം വംശാകോ വിദുരസ്യ യാദവപതേ ഉഗ്രസ്യ കിം പൗരുഷം ഭക്ത്യാ തുഷ്യതി കേവലം ന ച ഗുണൈർ ഭക്തി പ്രിയോ മാധവ. ഈ ശ്ലോകവും അതന്നെയാണ് പറയുന്നത്. വ്യാദസ്യാചരണം. വാൽമീകി മുനി, അദ്ദേഹം വെറും ഒരു വേട്ടക്കാരനായിരുന്നു. എന്നാൽ അദ്ദേഹം രാമായണം എഴുതുന്നു. എവിടെ നിന്ന് എവിടേക്ക് വരുന്നു? അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ എന്തായിരുന്നു? തുടക്കത്തിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. സത്സംഗം, അദ്ദേഹത്തിന് നാരദമുനിയുടെ സംഘം കിട്ടി എന്നുള്ളത് ശരിയാണ്. എന്നാൽ അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. ധ്രുവസ്യ ചവയോ, ധ്രുവ മഹാരാജ് വെറും 5 വയസ്സുള്ള ബാലനായിരുന്നു. പക്ഷെ അദ്ദേഹത്തിനും ഭഗവാനെ കിട്ടുന്നു. ഭഗവാൻ ദർശനം കൊടുക്കുന്നു 5 വയസ്സുള്ള ധ്രുവ മഹാരാജന് വെറും 6 മാസം കൊണ്ട്. വിദ്യ ഗജേന്ദ്രസ്യക, ഗജേന്ദ്രന്റെ വിദ്യ അല്ലെങ്കിൽ പാണ്ഡിത്യം എന്താണ്? ഒന്നുമില്ല. അതേപോലെ കുബ്ജായ കിമു നാമരൂപ അധികം. കുബ്ജ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ത്രീ ആയിരുന്നു അല്ല. കുബ്ജ കൂനുള്ള, ഭംഗിയില്ലാത്ത, കൂഞ്ഞിക്കൂടിയിരിക്കുന്ന കൂഞ്ഞുള്ള ഒരു സ്ത്രീ ആയിരുന്നു. പക്ഷെ കുബ്ജയ്ക്ക് ഭഗവാന്റെ കാരുണ്യം കിട്ടിയോ? കിട്ടി. ഉഗ്രസ്യ കിം പൗരുഷം, ഉഗ്രസേന മഹാരാജാവിന്റെ പൗരുഷത്തെ കുറിച്ച് എവിടെയും പറയുന്നില്ല. ഉഗ്രസേന മഹാരാജാവ് യുദ്ധത്തിന് പോകുന്നതോ അങ്ങനെയുള്ള യോദ്ധാവായിട്ടോ അങ്ങനെയുള്ള ഒരു പൗരുഷം, അദ്ദേഹത്തിന്റെ പൗരുഷത്തെ കുറിച്ച് എടുത്തു പറയുന്ന രീതിയിൽ നമ്മൾ എവിടെയും കണ്ടിട്ടില്ല. കാര്യം അദ്ദേഹം രാജ്യം അദ്ദേഹം രാജാവായിരുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷെ അദ്ദേഹം വളരെ യുദ്ധങ്ങൾക്കൊന്നും അങ്ങനെ പോവാത്ത ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം, ക്യാരക്ടറാണ്. സോ അദ്ദേഹത്തിന്റെ പൗരുഷത്തെ കുറിച്ച്, പൗരുഷം കൊണ്ടാണോ ഉഗ്രസേന മഹാരാജന് ഭഗവാന്റെ കാരുണ്യം കിട്ടുന്നത്? അല്ല. ഉഗ്രസ്യ കിം പൗരുഷം. സോ വ്യാദസ്യാചരണം ധ്രുവസ്യ ചവയോ വിദ്യാ ഗജേന്ദ്രസ്യ കാ കുബ്ജായ കിമു നാമ രൂപമധികം കിം തത് സുധാംനോധനം. സുധാമയുടെ ധനമാണോ ഭഗവാൻ ആകർഷിപ്പിക്കുന്നത്? സുധാമയ്ക്ക് ധനം പോയിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല, ധനവും ഉണ്ടായിരുന്നില്ല. എന്നാൽ സുധാമയുടെ ദാരിദ്ര്യമാണോ ഭഗവാനെ ആകർഷിപ്പിച്ചത്? അതുമല്ല. ദാരിദ്ര്യവുമല്ല, ധനവുമല്ല, ഒന്നുമല്ല. വംശാ കോവിദുരസ്യ യാദവപതേ, വിദുരരുടെ വംശം, അദ്ദേഹം ശൂദ്രപുത്രനായി ജനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ദുര്യോധനൻ വരെ വീട്ടിൽ നിന്ന് പുറത്താക്കിയ വ്യക്തിയാണ്. അപ്പോൾ വിദുരന്റെ വംശത്തിൽ അല്ല ഭഗവാൻ ആകർഷിതനാവുന്നത്. വംശ കോവിദുരസ്യ യാദവപതേ ഉഗ്രസ്യ കിംപൗരുഷം. ഉഗ്രസേന മഹാരാജന്റെ ഓൾറെഡി പറഞ്ഞു. അവസാനം ഭക്ത്യാ തുഷ്യതി കേവലം നച ഗുണൈർ. ഭക്ത്യാ തുഷ്യതി കേവലം, ഭക്തി മാത്രം, പരിശുദ്ധ ഭക്തി മാത്രം. നച ഗുണൈർ, അല്ലാതെ വേറെ ഒന്നുമല്ല. ഭക്തി പ്രിയോ മാധവ, മാധവന് പ്രിയപ്പെട്ടത് ഭക്തി മാത്രമാണ്. അപ്പോൾ ഇവിടെ ഈ രാജ്ഞിമാരുടെ ഭക്തിയിലാണ് ഭഗവാൻ ആകർഷിതനാവുന്നത്, അല്ലാതെ അവരുടെ രൂപത്തിലോ സൗന്ദര്യത്തിലോ വേറെ ഒന്നുമല്ല. ആർക്കും ആകർഷിപ്പിക്കാൻ സാധിക്കില്ല ഭഗവാനെ, ഭക്തിയിലൂടെ സാധിക്കും.
അതിന് കാണാൻ ഭംഗിയില്ലാത്ത ഒരാളാവട്ടെ, ചണ്ടാലനാവട്ടെ, ശൂദ്രനാവട്ടെ, ആര് വേണമെങ്കിൽ ആവട്ടെ, പക്ഷെ ഭഗവാൻ ആകർഷിതനാവും ഭക്തി ഉണ്ടെങ്കിൽ. അതാണ് ഈ ഒരു ശ്ലോകത്തിലെ മെയിൻ ആയിട്ടുള്ള ഒരു തീം. ശില പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു, മഹാദേവനോ അല്ലെങ്കിൽ കാമദേവനോ അവർക്ക് പോലും ഒരുപക്ഷെ ഈ രാജ്ഞിമാരുടെ മുമ്പിൽ വരുമ്പോൾ ചിലപ്പോൾ അവരുടെ ഇന്ദ്രിയങ്ങൾ പോലും ചിലപ്പോൾ ഒരുപക്ഷെ ചെറുതായിട്ടൊന്ന് അജിറ്റേറ്റ് ആവാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇവിടെ ഭഗവാന്റെ കാര്യം അങ്ങനെയല്ല എന്ന് പറയുന്നു. ശ്രീല പ്രഭുപാദി മോഹിനി മൂർത്തിയുടെ കാര്യം ഇവിടെ പറയുന്നു. ഭഗവാൻ ശിവന്റെ ഭഗവാൻ ശിവന്റെ അദ്ദേഹത്തിന് ആകർഷണം തോന്നിയായിരുന്നു. പക്ഷെ അത് വേറെ, അതിൽ തെറ്റൊന്നുമില്ല. കാര്യം അദ്ദേഹത്തിന്റെ ആരാധ്യ പുരുഷനാണ് ഭഗവാൻ കൃഷ്ണൻ. അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ മോഹിനിയായിട്ട് മോഹിനി മൂർത്തിയായി വന്നപ്പോൾ, ഒരു സ്ത്രീയുടെ രൂപത്തിൽ വന്നപ്പോൾ ആകർഷണം തോന്നിയതിൽ അത്ഭുതമില്ല. അദ്ദേഹത്തിന്റെ ഇഷ്ടദേവനായതുകൊണ്ടാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. കാര്യം ഭഗവാൻ ശിവന്റെ ഇന്ദ്രിയ നിയന്ത്രണത്തെ കുറിച്ച് പറയാനില്ല. അതുകൊണ്ടാണ് ഈ ശ്ലോകത്തിലും ഭഗവാൻ ശിവന്റെ പേര് പറയുന്നത്. കാര്യം അതേപോലുള്ള ഭഗവാൻ ശിവൻ അത്രമാത്രം. കാര്യം ഒന്ന് ആലോചിക്കണം, ഭഗവാൻ കഴിഞ്ഞ അടുത്ത പൊസിഷൻ ഉള്ളത് അദ്ദേഹമാണ്. ബ്രഹ്മാവിനേക്കാൾ മുകളിലാണ് അദ്ദേഹത്തിന്റെ സ്ഥാനം. അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു, അതായത് ഒരു വീടോ അല്ലെങ്കിൽ അങ്ങനെ പറയാനുള്ള വീടോ അല്ലെങ്കിൽ അദ്ദേഹം ധരിക്കുന്ന വസ്ത്രങ്ങളോ എല്ലാം നമുക്കറിയാം എങ്ങനെയാണെന്നുള്ളത്. വളരെ വളരെ അദ്ദേഹം വൈരാഗ്യം, അതായത് വിരക്തി ചൂടാമണിയാണ് അദ്ദേഹം. അങ്ങനെയുള്ള വ്യക്തിക്ക് ആകർഷണം തോന്നണമെങ്കിൽ എന്നുള്ളതാണ് ചോദ്യം, എന്നുള്ളതാണ് അവിടെ ഉപമിക്കുന്നത്. കാര്യം ഭഗവാന്റെ സ്ഥാനം അതിനേക്കാൾ മുകളിലാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഉദാഹരണം പറഞ്ഞുകൊണ്ട് നമ്മളെ മനസ്സിലാക്കിപ്പിക്കുന്നു. ഇത്രയേ ഉള്ളൂ. ഓക്കെ. ശ്ലോകം 37. തം അയം മന്യത്തെ ലോകോ ഹീയസംഗം അഭിസംഗിനം ആത്മൗപമ്യേന മനുജം വ്യാപൃണാവനം യതോ ബുധഃ. വായിക്കൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. തം അയം മന്യതേ ലോകോ ഹി അസംഗമഭിസംഗിനം ആത്മൗപമ്യേന മനുജം വാപൃണ്വാനം യതോ വബുധ. വിവർത്തനം ഭാവാർത്ഥം ശ്രീല പ്രഭുപാദ് കി ജയ്. ഭൗതികവാദികളായ സാമാന്യ ബദ്ധാത്മാക്കൾ ഭഗവാൻ അവരിലൊരാളാണെന്ന് അനുമാനിക്കുന്നു. ഭഗവാൻ നിസ്സംഗനാണെങ്കിലും അവിടുന്ന് ജഡവസ്തുവിനാൽ ബാധിക്കപ്പെടുന്നുവെന്ന് അജ്ഞത നിമിത്തം അവർ ചിന്തിക്കുന്നു. ഹരേ കൃഷ്ണൻ. അപ്പോൾ ഇവിടെയും പറയുന്നു, ഭഗവാനെ ആളുകൾ അജ്ഞത കാരണം, അവിദ്യ കാരണം പലതും പറയുന്നു. ഭഗവാനെ നമ്മളെ പോലെ ഒരു മനുഷ്യനായിട്ട് ആളുകൾ ചിന്തിക്കുന്നു. മനുഷ്യനെ പോലെയാണ്, സാധാരണ ഒരു മനുഷ്യനാണ് എന്നുള്ള രീതിയിൽ പറയുന്നു. എന്നാൽ അവർ മനസ്സിലാക്കുന്നില്ല ഭഗവാൻ അതീന്ദ്രിയ തലത്തിലാണ്. മാത്രമല്ല ഭൗതിക ലോകവുമായിട്ട് അദ്ദേഹത്തിന് ഒരു ബന്ധവുമില്ല. അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലാണ് ഭൗതിക ലോകം നടക്കുന്നത് എന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷെ അദ്ദേഹം ഇതിൽ നിന്നൊക്കെ വേറിട്ട് നിൽക്കുന്നു. അദ്ദേഹത്തെ ഇവിടെയുള്ള ഗുണങ്ങളോ ഒരു തരത്തിൽ, അതായത് ത്രിഗുണങ്ങളോ അല്ലെങ്കിൽ ഇവിടെയുള്ള കാര്യങ്ങളോ ഒന്നും ബാധിക്കാൻ പോകുന്നില്ല. അദ്ദേഹം സ്വതന്ത്രനാണ്, സ്വരാട്ടാണ്, അദ്ദേഹം അതീന്ദ്രിയമാണ്, എല്ലാമാണ്. ആളുകളുടെ ഊഹാപോഹങ്ങളൊക്കെ നമ്മളെ പോലെ ഒരാളാണ് എന്നുള്ളത് ധരിക്കുന്നതൊക്കെ വെറും അവിദ്യ കൊണ്ടാണ് എന്നുള്ളത് ഇവിടെ പറയുന്നു. ആക്ച്വലി അപ്പോൾ ഇനി കൃഷ്ണനെ കുറിച്ച് ആരെങ്കിലും ക്രിട്ടിസൈസ് ചെയ്യുന്ന ആളുകൾ നമ്മുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ ഈ ശ്ലോകങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാം. ഇത് ഭാഗവതത്തിലെ നേരിട്ടുള്ള ശ്ലോകങ്ങളാണ്. ഈ 4 ശ്ലോകങ്ങൾ, 3-4 ശ്ലോകങ്ങൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ അർത്ഥം മനസ്സിലാക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും. ഭാവാർത്ഥത്തോടു കൂടി വായിക്കുകയാണെങ്കിൽ അവർക്ക് കാര്യം പിടികിട്ടും, അത് മനസ്സിലാവാനുള്ള ബുദ്ധി ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ നമുക്കും ഒരു റെഫറൻസ് ആണ് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഈ ശ്ലോകങ്ങളൊക്കെ പറയാം. കാര്യം കറക്റ്റായി വളരെ ഭംഗിയായിട്ട് ഈ ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട് ശുകദേവ ഗോസ്വാമി ഭഗവാന്റെ ഒരു പൊസിഷനെ കുറിച്ച്. ഓക്കെ. പിന്നെ ശില പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്ന കാര്യം നമ്മൾ ഇതിനു മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ള വിഷയങ്ങളാണ്.
അതായത് ഭഗവാൻ സ്വതന്ത്രനാണ് എന്നുള്ളത് നമ്മളിപ്പോ പറഞ്ഞു. അതേപോലെ അദ്ദേഹത്തിന്റെ കൃപ കൊണ്ട് അവതാരങ്ങളിലായി അദ്ദേഹം അവതാരങ്ങൾ എടുത്തു വരുന്നു. ചിലപ്പോൾ മനുഷ്യനെ പോലെ തോന്നുമായിരിക്കാം, മനുഷ്യനെ പോലെ ലീലകൾ ചെയ്യുമായിരിക്കാം, പക്ഷെ അദ്ദേഹം സാധാരണ ഒരു മനുഷ്യനല്ല എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയുന്നത്. കാര്യം ശ്രീരാമചന്ദ്ര ഭഗവാൻ അവതരിച്ചപ്പോഴും അദ്ദേഹം സാധാരണ ഒരു മനുഷ്യനെ പോലെയായിരുന്നു അദ്ദേഹത്തിന്റെ ലീലകൾ. ഭഗവാൻ കൃഷ്ണന്റെ കാര്യം നോക്കുവാണെങ്കിൽ ചില സമയങ്ങളിൽ അദ്ദേഹം സാധാരണ ഒരു വ്യക്തിയെ പോലെയായിരുന്നു, ചില സമയങ്ങളിൽ അമാനുഷികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ചുരുക്കം പറഞ്ഞു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അമാനുഷികമായിട്ടുള്ള കാര്യങ്ങളൊന്നും അധികം ചെയ്തിട്ടില്ല. നരപതി ലീലയായിരുന്നു അദ്ദേഹം ചെയ്തത്. അപ്പോൾ വ്യത്യാസമുണ്ട്. എന്താണെങ്കിലും പക്ഷെ ശ്രീരാമചന്ദ്ര ഭഗവാൻ സാധാരണ ഒരു വ്യക്തിയാണോ? അല്ല, പരമോത്തമ പുരുഷൻ തന്നെയാണ്, വ്യത്യാസമില്ല. എന്നാൽ അതാണ്, അപ്പോൾ ലീലകളുടെ ഭാഗമായിട്ട് അവതാരങ്ങളൊക്കെ നമ്മൾ പല രീതിയിൽ കാണാം, പക്ഷേ അദ്ദേഹത്തിന്റെ ആ ഒരു സ്ഥാനവും പൊസിഷനും എല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളത് ശീല പ്രഭുപാജി വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ശ്രീമദ് ഭാഗവതം പോലുള്ള ഗ്രന്ഥങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ധാരണ കിട്ടും. ഇത് പഠിക്കാതെ, ഇത് കേൾക്കാതെ, അത് വേണ്ട രീതിയിൽ അല്ലെങ്കിൽ മനസ്സിലാക്കാതെ അല്ലെങ്കിൽ അതിന് യോഗ്യതയുള്ള ആളുകളിൽ നിന്ന് ഭാഗവതം കേൾക്കാതെ ഇരിക്കുമ്പോഴൊക്കെയാണ് ഇതെല്ലാം തെറ്റിദ്ധാരണയായി മാറുന്നത്. അങ്ങനെയുള്ള ഒരു അവസരം അവർക്ക് കിട്ടുവാണെങ്കിൽ അവര് തീർച്ചയായിട്ടും അതിനുള്ള ഭാഗ്യവും അതിനുള്ള ബുദ്ധിയും ഉണ്ടെങ്കിൽ ഇതെല്ലാം കേൾക്കുമ്പോൾ അവർക്ക് ഒരു പരിവർത്തനം സംഭവിക്കാം. അപ്പോൾ ഭാഗവതത്തിൽ എല്ലാം ഉണ്ട്. നമ്മുടെ എല്ലാ അവിദ്യയും അല്ലെങ്കിൽ എല്ലാ നമ്മുടെ അവിദ്യയും അല്ലെങ്കിൽ അറിവില്ലായ്മയും പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റിക്കളയാനുള്ള എല്ലാം തന്നെ ശ്രീമദ് ഭാഗവതത്തിലുണ്ട്. ആ ഭാഗവതം നമ്മൾ സ്വീകരിച്ചാൽ മാത്രം മതി. ഭാഗവതം അന്ധകാരത്തെ മാറ്റുന്നു, അല്ലെ? കലൗ നഷ്ട ദൃശാം ഏഷ പുരാണ അർക്കോ അധുനോദിത. ഭഗവാൻ ഭാഗവതമായിട്ട് സൂര്യ തേജസ്സോടുകൂടി ഉദിക്കുന്നു. ആ ഭാഗവതത്തെ ആധ്യാത്മദീപം എന്നും പറയുന്നു. ആധ്യാത്മദീപം ആണ്. അപ്പോൾ അന്ധകാരത്തിലിരിക്കുന്ന അവിദ്യയിലിരിക്കുന്ന നമുക്കുള്ള ദീപമാണ് അല്ലെങ്കിൽ വെളിച്ചമാണ് ശ്രീമദ് ഭാഗവതം. 38 ഏതത് ഈശനം ഈശായ ഏതത് ഈശനം ഈശസ്യ പ്രകൃതിസ്തോപി തദ്ഗുണൈ ന യുജ്യതേ സദാത്മസ്തേർ യഥാ ബുദ്ധിസ്തദാശ്രയ. ചൊല്ലട്ടെ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഏതത് ഈശനമീശസ്യ പ്രകൃതിസ്തോ അഭി തദ്ഗുണൈ ന യുഞ്ജതേ സദാത്മസ്തൈ യഥാ ബുദ്ധിസ്തദാശ്രയ. വിവർത്തന ശ്രീല പ്രഭാതർ കീ ജയ്. ഇതാണ് പരമദിവ്യോത്തമ പുരുഷന്റെ ദിവ്യത്വം. ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങളുമായി സമ്പർക്കത്തിലായിരുന്നാൽ തന്നെയും ഭഗവാൻ അവയാൽ ബാധിക്കപ്പെടുന്നില്ല. അതുപോലെ ഭഗവാനെ അഭയം പ്രാപിച്ച ഭക്തരും ഭൗതിക ഗുണങ്ങളാൽ സ്വാധീനിക്കപ്പെടുന്നില്ല. ഹരേ കൃഷ്ണ പ്രഭുജി. ഭഗവാന്റെ അതീന്ദ്രിയമായിട്ടുള്ള ഗുണങ്ങളെ കുറിച്ച് പറയുന്നു. ഭഗവാന്റെ അതീന്ദ്രിയമായിട്ടുള്ള ഒരു സ്ഥാനത്തെ കുറിച്ച്, പൊസിഷനെ കുറിച്ച് പറയുന്നു. ഇവിടെ പറയുന്നു വളരെ ക്ലിയർ ആയിട്ട്, ഗുണങ്ങളൊക്കെ അദ്ദേഹത്തിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഈ ഭൗതിക ലോകമാവട്ടെ, ഭൗതിക പ്രകൃതി ആവട്ടെ, ത്രിഗുണങ്ങളാവട്ടെ, ഭഗവാന്റെ കൺട്രോളിലുള്ള സംഭവങ്ങളാണ് ഇതെല്ലാം. എന്നാൽ അദ്ദേഹത്തിനെ ബാധിക്കുന്നില്ല, അല്ലെ? പ്രകൃതി ഭഗവാൻ മയാധ്യക്ഷേണ പ്രകൃതി സൂയതേ സചരാചരം എന്നാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്. എന്നിട്ട് പക്ഷെ ഭഗവാനെ അത് ബാധിക്കുന്നുണ്ടോ? ഇല്ല. പ്രകൃതിയോ ഗുണങ്ങളൊന്നും ബാധിക്കുന്നില്ല. അതേപോലെ പറയുന്നത്, ആരാണോ ആ ഭഗവാനെ പൂർണ്ണമായിട്ടും ശരണം പ്രാപിക്കുന്നത്, അങ്ങനെയുള്ളവർക്കും ഈ ഗുണങ്ങളോ പ്രകൃതിയോ ഭൗതിക ലോകത്തിലെ ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങളോ അല്ലെങ്കിൽ മായയുടെ ഒരു ഇൻഫ്ലുവൻസോ ഉണ്ടാവില്ല. ആരാണോ അങ്ങനെയുള്ള ഭഗവാനെ, അതീന്ദ്രിയമായിട്ടുള്ള നമ്മുടെ പരമദൈവത്വം പുരുഷൻ ഭഗവാനെ ശരണം പ്രാപിക്കുന്നത്, അവരെയും ഗുണങ്ങൾ ബാധിക്കില്ല എന്നാണ് പറയുന്നത്. ത്രിഗുണങ്ങളൊന്നും ബാധിക്കില്ല, ഈ മായാശക്തിയൊന്നും അവരെ ബാധിക്കില്ല. അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു മായാശക്തിയിൽ നിന്ന് മുക്തരാവണോ, അല്ലെങ്കിൽ മായയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഭഗവാനെ ശരണം പ്രാപിക്കുക. നമ്മുടെ ഉദ്ദേശം മായയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുക, അല്ലെങ്കിൽ ഗുണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുക, പ്രശ്നങ്ങളിൽ നിന്ന് ഓടിപ്പോവുക എന്നുള്ളതല്ല. നമ്മുടെ ഉദ്ദേശം ഭഗവാനെ സേവിക്കുക എന്നുള്ളതാണ്.
ഭഗവാനെ സേവിക്കണമെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു പൊസിഷനിലേക്ക് വരണമെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാനെ ശരണം പ്രാപിക്കാതെ വേറെ വഴിയില്ല. ഭഗവാനെ ശരണം പ്രാപിക്കുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിന്റെ വഴിക്ക് നടക്കും. കൂട്ടത്തിൽ ഭക്തി കൂടുതൽ കൂടുതൽ നമ്മുടെ ഹൃദയത്തിൽ കൂടുതൽ അത് മെച്ചുവർ ആവുന്നു. അങ്ങനെ ഭഗവാന്റെ സേവനങ്ങൾ നേരിട്ട് ചെയ്യാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടുന്നു. അപ്പോൾ ഭഗവാനെ ഇവിടെ ഈ ശ്ലോകത്തിൽ പറയുന്നത് ഭഗവാന്റെ ഭക്തർ ആരാണോ ഭഗവാനെ ശരണം പ്രാപിക്കുന്നത് അവർക്ക് ഒരു കാരണവശാലും ഒരു ഭൗതികമായിട്ടുള്ള ഒരു ഗുണങ്ങളും അവരെ ബാധിക്കില്ല. അതുകൊണ്ടാണ് ഭക്തിരസാമർ സിന്ധുവിൽ ശ്രീല രൂപഗോസ്വാമി പറയുന്നത് ഇഹാ യസ്യ ഹരേർദാസ്യേ കർമ്മണ മനസാഗിര നിഖിലാസു അപി അവസ്ഥാസു ജീവൻ മുക്താസ ഉച്യത്തെ. ശ്രീല രൂപഗോസ്വാമി പറയുന്നു, ആരാണോ ഇഹ യസ്യ ഹരേർ ദാസ്യേ കർമ്മണ മനസാഗിര, ആരാണോ കൃഷ്ണാവബോധത്തിൽ അവരവരുടെ മനസ്സും ബുദ്ധിയും വാക്കുകളും മനസ വാച കർമ്മണ മനസാഗിര, മനസ്സിനെയും വാക്കുകളും ശരീരവും ഒക്കെ ഭഗവത് സേവനങ്ങളിലേക്ക് ആരാണോ ഉപയോഗിക്കുന്നത്, അങ്ങനെയുള്ളവര് ഈ ഭൗതിക ലോകത്തിൽ ഉണ്ടെങ്കിൽ പോലും അവര് ഭൗതിക തലത്തിലല്ല ഉള്ളത്. അവര് ഈ ഭൗതിക പ്രകൃതിയുടെ പിടിയിൽ നിന്ന് പുറത്താണ്. ജീവൻ മുക്ത ഉച്ചത, അവര് ജീവൻ മുക്തരാണെന്ന് പറയുന്നു. അതായത് അവര് ഓൾറെഡി മുക്തി നേടി അവർക്ക് എന്നാണ് പറയുന്നത്. കാരണം അങ്ങനെയുള്ളവരെ ഭൗതിക പ്രകൃതി ഗുണങ്ങളോ ബാധിക്കുന്നില്ല. കാര്യം ശരീരവും മനസ്സും വാക്കുകളും എല്ലാം കർമ്മണ മനസാഗിര എല്ലാം കായേന വാച മനസേന്ദ്രിയർവ ബുദ്ധ്യാത്മനാവ പ്രകൃതി സ്വഭാവ എല്ലാം ഭഗവാനെ സമർപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മുക്തരാണ് ശരിക്കും. അതാണ് പറയുന്നത്. ഒരു ഗുണങ്ങളും നമ്മളെ ബാധിക്കില്ല. ഇനി എങ്ങനെ ഏത് രീതിയിൽ നമ്മൾ ഭഗവാനെ ശരണം പ്രാപിക്കുന്നു എന്നുള്ളതനുസരിച്ചിട്ടായിരിക്കും റിസൾട്ട് വരുന്നത്. നമ്മളും പറയുമായിരിക്കാം ഞാനും ശരീരവും ബുദ്ധിയും മനസ്സും വാക്കുകളൊക്കെ ഭഗവത് സേവനങ്ങളിലേക്ക് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് ഏത് ഡിഗ്രിയിൽ നമ്മൾ ചെയ്യുന്നു ആ ഡിഗ്രി അനുസരിച്ചിട്ടാണ് ജീവൻ മുക്തരാവാൻ, അല്ലെങ്കിൽ നമ്മൾ ഈ ദ്വന്ദ്ങ്ങളിൽ നിന്ന് പുറത്തു വരുന്നത്, മുക്തരാവുന്നത്. ഇപ്പോൾ നമ്മളെ ദ്വന്ദ്ങ്ങൾ ബാധിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇപ്പോഴും നമ്മൾ ഈ ഒരു ഭൗതിക ലോകത്തിന്റെ മായയുടെ പിടിയിൽ തന്നെയാണ് എന്നുള്ളതാണ്. മുഴുവനായിട്ടും അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല. എന്നാൽ ചില ഭക്തരുണ്ട്, പരിശുദ്ധ ഭക്തര്. അവര് ഈ ലോകത്തിൽ ഇരിക്കുന്ന സമയത്തും ഇപ്പോൾ അസുഖങ്ങൾ വന്ന ഒരുപാട് ഗുരുജനങ്ങൾ ഇന്നത്തെ കാലത്ത് ശ്രീലപ്രഭുപാദിന്റെ ശിഷ്യരും ഇനി അതല്ലാതെ ബൃന്ദാവനത്തില് ഒരുപാട് പരിശുദ്ധ ഭക്തരുണ്ട്. അവരൊക്കെ പലവരും ഒരുപാട് പ്രായമായിട്ടുള്ളവരും അസുഖങ്ങളും ഒക്കെ അവരെയും ബാധിക്കുന്നുണ്ട്. പക്ഷെ ആ അസുഖങ്ങൾ കാര്യം ഭൗതിക ശരീരത്തിനെയും ബാധിക്കുന്ന, അല്ലാതെ അവരുടെ ആത്മാവിനൊന്നും സംഭവിക്കുന്നില്ല. അങ്ങനെയുള്ള ഭക്തര് അവർക്ക് ഈ ശരീരത്തിലെ എന്തെങ്കിലും അസുഖങ്ങളൊന്നും അവരെ ബാധിക്കുന്നില്ല. അവര് സദാസമയം അതീന്ദ്രിയമായിട്ടുള്ള ആനന്ദത്തിലാണ്. കാരണം അവരുടെ ഹൃദയത്തിൽ പരിശുദ്ധ ഭക്തി ഉള്ളത് കൊണ്ട്, പരിശുദ്ധ ഭക്തരായതുകൊണ്ട് മഹാഭാഗവതരാണ് അവരെല്ലാവരും. അതാണ് ശ്രീല പ്രഭുപാദജിയും ഭാവാർത്ഥത്തിൽ പറയുന്നത്. അതായത് അങ്ങനെയുള്ളവർക്ക് വിശപ്പോ ആരെങ്കിലും നിന്ദിച്ചോട്ടെ, ഒരു കുഴപ്പമില്ല. വിശപ്പോ ഇല്ല, വിശപ്പും ഉറക്കം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ബാധിക്കുന്നേയില്ല അവര് പൂർണ്ണമായിട്ടും അതീന്ദ്രിയ തരത്തിലാണ്. ശരീരത്തിൽ കിഡ്നി ഫെയിലിയർ ആയിക്കോട്ടെ, ലിവർ ഫെയിലിയർ ആയിക്കോട്ടെ, പാരാലിസിസ് ആയിക്കോട്ടെ, സ്ട്രോക്ക് ആയിക്കോട്ടെ, ഒരു വിഷയവുമില്ല. അവര് പരമാനന്ദത്തിലാണ് എപ്പോഴും. കാരണം ഹൃദയത്തിൽ ഇങ്ങനെ ഭഗവാൻ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നാവിൽ ഭഗവാൻ ഡാൻസ് കളിക്കും നാമരൂപത്തിൽ, ഹൃദയത്തിൽ ഭഗവാന്റെ സ്മരണ ലീലകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ആളുകൾക്ക്, അങ്ങനെയുള്ള പരിശുദ്ധ ഭക്തർക്ക് എന്ത് ബാധിക്കാനാണ്? അവർ ഈ ലോകത്തിൽ ഉണ്ട്, പുറമെ നോക്കുമ്പോൾ ലോകത്തിലുണ്ട്, പക്ഷെ ഒന്നും ബാധിക്കുന്നില്ല. അങ്ങനെ എത്രയോ ഭക്തരുണ്ട് ഇന്നത്തെ കാലത്തും ധാമിലൊക്കെ ഉണ്ട്. അവരൊക്കെ നടന്നു പോകുമ്പോൾ തന്നെ ചില സമയത്ത് അതീന്ദ്രിയാവസ്ഥയിൽ പോയി റോഡ് ഏതാണോ, കാന ഏതാണോ, ഗട്ടർ ഏതാണോ, വണ്ടി എന്താണോ എന്നൊന്നും കാണില്ല. അങ്ങനെയുള്ള ഒരു ബോധാവസ്ഥയിലുള്ളവരും ഉണ്ട്. കാര്യം വേറെ ഒന്നുമല്ല, അവരിങ്ങനെ ഭഗവാന്റെ ലീലയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഭഗവാന്റെ ലീലയിൽ അവര് ചേർന്ന്
ലീലകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. ഭഗാസ്മരണയിൽ അവരിങ്ങനെ നടക്കും. എന്തൊക്കെ സംഭവിച്ചാലും അവർ അറിയുപോലും, വീണാൽ പോലും അറിയില്ല, വണ്ടി ഇടിച്ചാൽ അറിയില്ല, ഒന്നും അറിയില്ല. അങ്ങനെയുള്ള ഒരവസ്ഥ. എന്തായാലും അതൊക്കെ നമ്മളെ സംബന്ധിച്ച് ഒരുപാട് ദൂരെയാണ്. എന്നാലും നമ്മൾ മനസ്സിലാക്കണം ഈ ഒരു അതീന്ദ്രിയ അവസ്ഥയെക്കുറിച്ച്. ശീല പ്രഭുപാദി ഇവിടെ പ്രത്യേകിച്ചും ഷഡ്ഗോസ്വാമിമാരെ കുറിച്ച് പറയുന്നുണ്ട്. ഗോസ്വാമിമാരെ എങ്ങനെയായിരുന്നു എന്നുള്ളത്. അവര് എല്ലാം ഉണ്ടായിരുന്നവരായിരുന്നു, എല്ലാം ഉപേക്ഷിച്ച്, അതായത് ധനികരായിരുന്നു അവര്, വളരെ ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വലിയൊരു കുടുംബത്തിൽ ജനിച്ചിട്ടുള്ളവരാണ്, ധനികരായിരുന്നു. എല്ലാം കൊണ്ടും ആ ഒരു ജന്മം കൊണ്ടും അല്ലെങ്കിൽ അവരുടെ കഴിവുകൾ കൊണ്ടും എല്ലാം കൊണ്ടും അവര് ഒരുപാട് മുമ്പിലായിരുന്നു. പക്ഷെ അതെല്ലാം ഉപേക്ഷിക്കുന്നു ചൈതന്യ മഹാപ്രഭുവിനെ സേവിക്കാൻ വേണ്ടി. അല്ലെ, ത്യക്ത്വാ തൂർണമശേഷ മണ്ഡലപതി ശ്രേണിം സദാ തുച്ഛവ ഭൂത്വാ ദീനഗണേശ ഗോകരുണയാ കൗപീന കണ്ഠാശ്രുതോ ഗോപീ ഭാവര സാമൃതാബ്ദലഹരി കല്ലോലമഗ്നോ മുഹോ വന്ദേ രൂപ സനാതനൗ രഘുയുഗൗ ശ്രീജീവ ഗോപാലകൗ. അതാണ് ഗോസ്വാമിമാര്. ത്യക്വാ തൂർണമശേഷ മണ്ഡലപതി. മണ്ഡലപതികളായിരുന്നു. മണ്ഡലപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പൈസയുള്ളവരായിരുന്നു. ത്യക്വ വളരെ പെട്ടെന്ന് തന്നെ. തൂർണം എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന്. ത്യക്വ ത്യജിക്കുന്നു. ത്യക്വ തൂർണമശേഷ മണ്ഡലപതി ശ്രേണിയും സദാ തുച്ഛവത്. ഇതെല്ലാം തുച്ഛമാണെന്ന് പറഞ്ഞ് അവരെ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ തൃപ്പാദങ്ങളെ പൂർണ്ണമായും ആശ്രയിക്കുന്നു. മഹാപ്രഭുവിന്റെ കൃപയിൽ അവര് പിന്നെ വൃന്ദാവനത്തിൽ, അവരുടെ മഹാകൃപ കൊണ്ട് ഇന്ന് വൃന്ദാവനം നമ്മുടെ മുമ്പിലുണ്ട്. അന്ന് ഗോസ്വാമിമാര് ഇത് ചെയ്തില്ലായിരുന്നെങ്കിൽ നമുക്ക് വൃന്ദാവനമില്ല. കാര്യം മഹാപ്രഭുവിന്റെ നിത്യപാർഷദരായിട്ടുള്ള ഈ ഗോസ്വാമിമാരും ഗോലോക വൃന്ദാവനത്തിൽ നിന്ന് നേരിട്ട് വന്നിട്ടുള്ളവരാണ്. അവരാണ് ഇന്നത്തെ വൃന്ദാവനം നമുക്ക് വൃന്ദാവനമായി തന്നിട്ടുള്ളത്. ഇല്ലെങ്കിൽ ഇതെല്ലാം അപ്രകടമായിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. രാധ രമൺജി ഉണ്ടാവില്ല, രാധ മദൻ മോഹൻജി ഇല്ല, രാധ ഗോവിന്ദ്ജി ഇല്ല, രാധക്കൊണ്ടില്ല, ശ്യാമക്കൊണ്ടില്ല, ഒന്നുമില്ലാത്ത അവസ്ഥ. ഗിരിരാജ് ഗോവർദ്ധന്റെ കാര്യം പോലും അറിയില്ല. അതെല്ലാം പ്രകടമായ ആവാനുള്ള കാരണം അവരാണ്. അതേപോലെ പറയാൻ കൂടുതൽ ഒരുപാടുണ്ട്. അങ്ങനെയുള്ള പരിശുദ്ധ ഭക്തരുടെ മഹാകൃപ കൊണ്ടാണ് നമുക്ക് ഇവിടെ ഇന്ന് ഇരിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഭക്തരൊക്കെ ശരീരം ചിലപ്പോൾ ഭൗതിക ലോകത്തിൽ അവര് സാധാരണ ആളുകളെ പോലെ തോന്നുമായിരിക്കാം. പക്ഷെ അവരൊക്കെ അതീന്ദ്രിയ തലത്തിലാണ്. എപ്പോഴും അവരെ സംബന്ധിച്ച് ഈ ഉറക്കവും വിശപ്പും ഇതൊന്നും ബാധിക്കുന്നില്ല. നമ്മളെ സംബന്ധിച്ച് വളരെ വളരെ കറക്റ്റായി സമയമാവുമ്പോൾ 3 നേരം വിശപ്പിന്റെ സൈറൻ മുഴങ്ങുന്നു, ശബ്ദം ഉണ്ടാക്കുന്നു, അപ്പൊ കഴിക്കുന്നു, ഉറക്കം വരുന്നു, ഇതെല്ലാം ഉണ്ട്. എന്നാൽ ഗോസ്വാമിമാരൊക്കെ വെറും 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെയാണ് അവരാകെ വിശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി അത് മാത്രമല്ല, കഴിക്കുന്ന ഭക്ഷണമാണെങ്കിലോ വെറും സംഭാരം മാത്രം, അല്ലെങ്കിൽ സംഭാരം മാത്രം ഒരു 3-4 ദിവസം അത് മാത്രം കുടിക്കും, 1 ഗ്ലാസ്, അല്ലാതെ കുടിച്ചുകൊണ്ടിരിക്കുകയല്ല ചെയ്യുന്നത്. നമ്മളെ പോലുള്ള ആളുകൾ ചിലപ്പോൾ വ്രതം എടുക്കുന്ന സമയത്ത് ചരണാമൃതം മാത്രം കുടിക്കും എന്നുള്ള തീരുമാനം, ചരണാമൃതം വെള്ളം മാത്രം കുടിക്കുള്ളൂ എന്ന് പറയും. എന്നാൽ വലിയ വലിയ അഭിഷേകം കഴിഞ്ഞു കഴിഞ്ഞാൽ ലിറ്റർ കണക്കിന് ചരണാമൃതം ഉണ്ടാവും. അതിങ്ങനെ ഗ്ലാസ്സുകൾ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കും. അപ്പൊ എന്ത് വ്രതമാണുള്ളത്? പ്രത്യേകിച്ച് വ്രതമൊന്നുമില്ല. ഗോസ്വാമിമാർ അങ്ങനെയായിരുന്നില്ല. ഒരു ചെറിയൊരു ഗ്ലാസ്സിൽ ഒരു ദിവസം ഒരു നേരം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ ഒരു പ്രാവശ്യം ഒരുപക്ഷെ ആ ഒരു സംഭാരം കുടിക്കും, കഴിഞ്ഞു. അല്ലെങ്കിൽ ഒരു റൊട്ടി, ആരെങ്കിലും ഭിക്ഷ കൊടുത്താൽ ആ ഒരു റൊട്ടി കഴിക്കും, ഇത്രയേ ഉള്ളൂ. ഉറക്കമാണെങ്കിൽ 1 മണിക്കൂർ 1.5 മണിക്കൂർ, അതും ഉറങ്ങുകയല്ല, അവര് ധ്യാനിക്കുകയാണ് ചെയ്യുന്നത്. പറയുന്നത് 22-22.5 മണിക്കൂറോളം അവര് നാമം ചൊല്ലലും കീർത്തനം ചൊല്ലലും അല്ലെങ്കിൽ ഭഗവാനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു, പുസ്തകങ്ങൾ എഴുതുന്നു, ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ മറ്റുള്ള അമ്പലങ്ങളിൽ പോകുന്നു, അങ്ങനെ പല കാര്യങ്ങളും. അതായത് 22.5 മണിക്കൂറും അവര് ഭക്തിയുത സേവനങ്ങളിൽ മുഴുകിയിരിക്കുന്നു. 1.5 മണിക്കൂർ അവര് ഒന്ന് കണ്ണടച്ചൊന്ന് വിശ്രമിക്കുന്നു. ആ വിശ്രമത്തിലും അവർ കാണുന്നത് രാധാ ഗോവിന്ദനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്.
രാധാകൃഷ്ണനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലീലകൾ കാണുന്നു, ആ ലീലയിൽ അവരും പങ്കെടുക്കുന്നു. അപ്പൊ 24 മണിക്കൂറും അവര് കൃഷ്ണാവബോധത്തിലാണ്. അതാണ് ഗോസ്വാമിമാരുടെ ഒരു അവസ്ഥ, അവരുടെ ഒരു പൊസിഷൻ. ഓക്കെ, ഇനി അടുത്ത ശ്ലോകം, അവസാനത്തെ ശ്ലോകം ഈ ഒരു അധ്യായത്തിലെ. തം മേ നിരേ ബലാമൂഢാ സ്ത്രൈണം ചാനുവ്രതം രഹ അപ്രമാണാവിദോ ഭർത്തുർ ഈശ്വരം മതയോ യഥാ. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. തം മേ നിരേ അബലാമൂഢ സ്ത്രൈണം ചാനുവ്രതം രഹ അപ്രമാണവിദോ ഭർത്തുരീശ്വരം മതയോ യഥാ. വിവർത്തനം ശ്രീല പ്രഭുപാദർക്ക് ജയ്. ഹരേ കൃഷ്ണ. ശുദ്ധരും അതിലോലകളുമായ സ്ത്രീജനങ്ങൾ അവരുടെ പ്രിയതമനായ പതിയായ ശ്രീകൃഷ്ണ ഭഗവാൻ അവരെ അനുവർത്തിക്കുന്നവനെന്നും അവരാൽ ഭരിക്കപ്പെടുന്നവനെന്നും സത്യമായും ധരിച്ചിരുന്നു. ഭഗവാൻ പരമനിയന്താവാണെന്ന് നാസ്തികർ ബോധവാന്മാരല്ലാത്തതുപോലെ അവരുടെ ഭർത്താവിന്റെ മാഹാത്മ്യങ്ങളുടെ വ്യാപ്തിയെക്കുറിച്ച് അവർ ബോധവതികളായിരുന്നില്ല. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു. ഹരേ കൃഷ്ണ. ഇവിടെ എന്നാൽ ഭഗവാനെ നമ്മൾ ഭഗവാന്റെ ക്വാളിറ്റീസ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, അദ്ദേഹത്തിന്റെ അതീന്ദ്രിയമായിട്ടുള്ള ഒരു അവസ്ഥ, സ്ഥാനം. എന്നാൽ ഇവിടെ രാജ്ഞിമാര് അവര് സാധാരണ, അവരും തീർച്ചയായിട്ടും പരിശുദ്ധ ഭക്തരാണ്, അതീന്ദ്രിയമായിട്ടുള്ള ഇന്ദ്രിയങ്ങളാണ് അവരുടെയും, സംശയമൊന്നുമില്ല. അവരെല്ലാവരും ഭഗവാന്റെ പരിശുദ്ധ ഭക്തരാണ്. അപ്പോൾ അവരുടെ ക്വാളിറ്റീസും പറയാനൊന്നുമില്ല. എന്നാൽ അവര് സാധാരണ ഭാര്യമാരെ പോലെ ചിന്തിക്കുന്നു ഭഗവാൻ അല്ലെങ്കിൽ കൃഷ്ണൻ അവരുടെ നിയന്ത്രണത്തിലാണ് എന്ന്. ഭർത്താവ് ഭാര്യയുടെ നിയന്ത്രണത്തിലാണെന്ന് ഭാര്യമാർക്ക് തോന്നുന്നത് പോലെ ഈ രാജ്ഞിമാർക്ക് എല്ലാവർക്കും തോന്നുന്നുണ്ടായിരുന്നു കൃഷ്ണനും അവരുടെ നിയന്ത്രണത്തിലാണ് എന്നുള്ളത്. എന്നാൽ കൃഷ്ണന്റെ ഭഗവാന്റെ സ്ഥാനമോ ഭഗവാന്റെ ഒരു പൊസിഷനോ അവർക്ക് അദ്ദേഹത്തിന്റെ മഹാത്മ്യമോ മനസ്സിലാക്കാൻ അവർക്ക് സാധിച്ചിരുന്നില്ല. കാരണം ഇതൊക്കെ അല്ലെങ്കിൽ സാധിക്കുമെങ്കിൽ അവരുടെ സ്നേഹം അത്ര ആ ഒരു പവിത്രത അല്ലെങ്കിൽ ശുദ്ധം ആയിരിക്കില്ല. കാര്യം അവിടെ ദാസ്യഭാവം കൂടിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. ആ ഒരു മാധുര്യഭാവം കൂടുതൽ വരില്ല. ദാസ്യഭാവം കുറച്ചുണ്ട് അവർക്ക്, എന്നാലും മാധുര്യമാണ് കൂടുതലും, മാധുര്യഭാവം ഉണ്ട്. എന്നാൽ ഭഗവാന്റെ മഹാത്മ്യത്തെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹത്തിന്റെ പൊസിഷനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാലും അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ കൂടുതൽ അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ, ആവാത്തത് അവരുടെ കുഴപ്പമല്ല. ഇത് ഭഗവാൻ ലീലയുടെ ഭാഗമായിട്ട് വേണ്ടതിനെ ചില കാര്യങ്ങൾ കവർ ചെയ്യുന്നു, കർട്ടൻ ഇടുന്നു. കാര്യം ആ കർട്ടൻ ഇട്ടില്ലെങ്കിൽ അവിടെ മാധുര്യരസം ഇല്ല. അപ്പൊ മാധുര്യരസം ഉണ്ടാവണമെങ്കിൽ അവിടെ എന്റെ സ്വന്തം ഭർത്താവ്, എന്റെ സ്വന്തം ഭാര്യ എന്നുള്ളൊരു ആ ഒരു ഭാവമായിരിക്കണം. അല്ലെങ്കിൽ മാധുര്യരസത്തിന് പ്രസക്തി ഇല്ലല്ലോ. ദാസ്യഭാവം കൂടി കഴിഞ്ഞാൽ പരമദൈവത്വം പുരുഷനാണ് എന്ന് പറഞ്ഞ് നമസ്കരിച്ചു കഴിഞ്ഞാൽ കാര്യമില്ല. അപ്പോൾ എന്ത് ഭാര്യയും ഭർത്താവാണ്. അതുകൊണ്ട് ആ ഒരു രീതിയിൽ നമ്മൾ ഇതിനെ മനസ്സിലാക്കണം. എന്നാൽ ഈ രാജ്ഞിമാരെല്ലാവരും കൃഷ്ണൻ ഞങ്ങളുടെ നിയന്ത്രണത്തിൽ തന്നെയാണ് എന്ന് വിശ്വസിച്ചിരുന്നു. ശ്രീല പ്രഭുജി അതിനെക്കുറിച്ചാണ് ഭാവാർത്ഥത്തിൽ പറയുന്നത്. യോഗമായ ശക്തി, ഭഗവാന്റെ ആന്തരിക ശക്തി ഉപയോഗിച്ച് ഭഗവാൻ അതിനെല്ലാം കവർ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ വൃന്ദാവനത്തിനും നമുക്കിത് കാണാൻ സാധിക്കും. യശോദറാണിക്കും നന്ദബാബയ്ക്കും നന്ദമഹാരാജനും സ്വന്തം മകനാണ്, അതിനപ്പുറത്ത് ഒന്നുമില്ല. ഭഗവാനാണ്, നാരായണനാണ് എന്ന് ആരെങ്കിലും വന്ന് പറഞ്ഞാൽ പോലും അദ്ദേഹം വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. ആക്ച്വലി നമ്മുടെ ഗർഗാചാര്യ നാമകരണത്തിന് വേണ്ടി വരുന്ന സമയത്ത് അദ്ദേഹം പല തവണ ഇൻഡയറക്ട്ലി പറയുന്നുണ്ട് അദ്ദേഹം നാരായണന്റെ ഗുണങ്ങളുണ്ട്, നാരായണനാണെന്നൊക്കെ. ഇതിനു മുമ്പുള്ള ജന്മങ്ങളെ കുറിച്ചൊക്കെ അദ്ദേഹം പലതും പറയുന്നുണ്ട്. ഈ പാവം നന്ദമഹാരാജനാണെങ്കിൽ ചിന്തിക്കുന്നത് അദ്ദേഹത്തിന് ഇതൊന്നും തലയിൽ കയറുന്ന ഭഗവാൻ ആണ് എന്നുള്ളത് ഗർഗാചാര്യ പല രീതിയിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇത് ദശമസ്കന്ധത്തിലെ 8ാമത്തെ അധ്യായത്തിന്റെ തുടക്ക ഭാഗത്തുള്ളതാണ്. അതിമനോഹരമാണ്. ഗർഗാചാര്യം പറയുന്നുണ്ട്, ഇൻഡയറക്ട്ലി പറയുന്നുണ്ട്. പക്ഷെ ഇദ്ദേഹത്തിന്റെ വാത്സല്യഭാവം അത്രമാത്രം മുകളിലാണ്. അതുകൊണ്ട്
ഈ ഭഗവത് ഭാവവും ഭഗവാനാണെന്നൊക്കെ പറയുന്നതും ഒക്കെ അത് ബൗൺസ് ചെയ്ത് പോവാണ്. അദ്ദേഹത്തിന്റെ ഉള്ളിലേക്ക് കയറുന്നില്ല. അദ്ദേഹം ആലോചിക്കുന്നു, എന്റെ മകൻ ഗോപാലൻ പശുക്കളെ. എന്നിട്ട് ഗർഗാചാര്യോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്, അങ്ങ് പറഞ്ഞു തരുമോ, അങ്ങ് പറയോ, അങ്ങ് കൃഷ്ണന്റെ ഭാവിയെ കുറിച്ച് പ്രെഡിക്റ്റ് ചെയ്യാമോ എന്ന് ചോദിക്കുന്നു. ഗർഗാചാര്യ പറഞ്ഞു, ഓ തീർച്ചയായിട്ടും. അപ്പോൾ ഇദ്ദേഹം ചോദിക്കുന്നത്, അദ്ദേഹം ഇതാണ്, എന്നെ പോലെ, അല്ലെങ്കിൽ ഇപ്പൊ 9 ലക്ഷം പശുക്കളും അതിലും കൂടുതലും ഉണ്ട്, ഈ പശുക്കളെല്ലാം അവൻ നോക്കുവോ, അവൻ നല്ലൊരു ഗോപാലനാവുമോ, നല്ലൊരു ഗോകൃഷി വാണിജ്യമൊക്കെ അവൻ ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുന്നത്. ഇതൊക്കെയാണ് ഗർഗാചാര്യരോട് ചോദിക്കുന്നത്. ഗർഗാചാര്യർക്ക് ചിരി വരുന്നുണ്ട്, എന്നാൽ ഗർഗാചാര്യ ചിരിക്കുന്നില്ല. അതേപോലെ ഇതെല്ലാം അതായത് നന്ദ മഹാരാജന്റെ വാത്സല്യഭാവം അങ്ങനെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒന്നും വേറെ ഒന്നും അദ്ദേഹത്തിന്റെ തലയിൽ കയറില്ല. അദ്ദേഹം ചോദിക്കുന്നത് പശുക്കളെ നോക്കുവോ, കാളയെ നോക്കുവോ, ഇതൊക്കെയാണ് ചോദിക്കുന്നത്. ഭാവിയിൽ വലുതായി കഴിഞ്ഞാൽ, കുട്ടി വലുതായി കഴിഞ്ഞാൽ ഇതെല്ലാം ചെയ്യുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഒന്നുകൊണ്ടും പേടിക്കേണ്ട, അവൻ പശുക്കളെയും കാളകളെയും എല്ലാം നോക്കിക്കോളും. അങ്ങനെ അതൊക്കെ ചെയ്യുന്ന ഒരു കുട്ടിയാണ്, ചെയ്യും തീർച്ചയായിട്ടും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നന്ദമഹാരാജന് ഒരുപാട് സന്തോഷമാവുന്നു. അതാണ് വാത്സല്യഭാവം. ഇനി കൂട്ടുകാരുടെ കാര്യം പറയുകയാണെങ്കിൽ അവർ പറയുന്നു, ഞാനും കൃഷ്ണനും ഒരേപോലെയാണ്, നിനക്ക് എന്താണ് കേമത്വം, ഒന്നുമില്ല, എന്നാൽ നിന്നേക്കാൾ കൂടുതൽ പശുക്കൾ എന്റെ വീട്ടിലുണ്ട്. കാര്യം 9 ലക്ഷത്തിന് പശു നന്ദമഹാരാജന്റെ വീട്ടിൽ, അതിനേക്കാൾ കൂടുതലുള്ള പശുക്കളുള്ള കൂട്ടുകാരും ഉണ്ടായിരുന്നു. അവര് പറയുന്നു, നിനക്ക് എന്താണ് കൂടുതൽ, ഞങ്ങളുടെ വീട്ടിൽ പശുക്കൾ കൂടുതലാണ് എന്ന് പറയും അവര്. അല്ലെങ്കിൽ ഇന്നലെ നീ കളിയിൽ തോറ്റു, ഞങ്ങൾ ജയിച്ചു, എപ്പോഴും നീ തോറ്റുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇടയ്ക്ക് ഭഗവാൻ കൃഷ്ണൻ പറയും, നിങ്ങൾക്ക് അറിയില്ല ഞാൻ ആരാണെന്നുള്ളത്. നിങ്ങൾ കണ്ടില്ലേ, അഗാസുരനെ വധിക്കുന്നത് കണ്ടിട്ടില്ലേ, ബക്കാസുരനെ വധിക്കുന്നത് കണ്ടിട്ടില്ലേ, പൂതന ഞാൻ വെറും 6 ദിവസമായിട്ടുണ്ടായിരുന്നുള്ളൂ, കണ്ടില്ലേ, ഇതെല്ലാം. അവര് പറയും, നീയോ എന്ന് പറഞ്ഞ് കളിയാക്കും കൃഷ്ണനെ. എന്നിട്ട് പറയും, അത് കാര്യം നിന്റെ അച്ഛനും അമ്മയും വിഷ്ണു ഭക്തരാണ്, വീട്ടിൽ ശാലിഗ്രാം ശിലയുണ്ട്, അവര് വിഷ്ണുവിനെ ആരാധിക്കുന്നു. അപ്പോൾ വിഷ്ണു വരുന്നു, വിഷ്ണു എന്തോ കാരണം കൊണ്ട് നിന്റെ ശരീരമാണ് എപ്പോഴും തിരഞ്ഞെടുക്കുന്നത്, അതിപ്പോ നാളെ മാറി ഞങ്ങളുടെ ശരീരത്തിലും കയറാം, ഞങ്ങളും ഇതൊക്കെ ചെയ്യും, അതുകൊണ്ട് നീയും ഞാനും തമ്മിൽ എന്താ വ്യത്യാസം? ഇതാണ് കൂട്ടുകാര് പറയുന്നത്. കൂട്ടുകാരുടെ ഭാവം അതാണ്. ഇതെല്ലാം യോഗമായ ശക്തിയിൽ ഭഗവാനും മറക്കുന്നു ഞാൻ ഭഗവാനാണെന്ന്, കൂട്ടുകാരും മറക്കുന്നു ഇത് ഭഗവാനാണെന്ന്. അവർക്ക് അങ്ങനെ ഒരു ചിന്തയില്ല. അതേപോലെ തന്നെയാണ് രാധാറാണിയും ഗോപികമാരും മാധുരി ഭാവത്തിലും അങ്ങനെ തന്നെ. ഇതാണ് ഗോലോക വൃന്ദാവനം അല്ലെങ്കിൽ വൈകുണ്ഠം. ഗോലോക വൃന്ദാവനം എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഉള്ള ഒരു ആനന്ദം നമുക്ക് പറഞ്ഞറിയിക്കാനില്ല. ഭഗവാന്റെ ആന്തരിക ശക്തിയിൽ പൂർണ്ണമായിട്ടും ഉള്ളതാണ്. ഭൗതിക ശക്തിയും ഭൗതിക ലോകവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത സ്ഥലമാണ് ആത്മീയ ലോകം. ആ ആത്മീയ ലോകത്തിലേക്കാണ് ഭഗവാൻ നമ്മളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. ഭഗവത്ഗീതയിലും ക്ഷണിക്കുന്നുണ്ട്. ന തത് ഭാഷയതേ സൂര്യോ ന ശശാങ്കോ ന പാവകഃ യദ്ഗത്വാന നിവർത്തന്തേ തദ്ധാമാ പരമം മമ. സൂര്യനില്ലാത്ത സ്ഥലം, സൂര്യന്റെ ആവശ്യമില്ല, ചന്ദ്രന്റെ ആവശ്യമില്ല, അവിടെ എപ്പോഴും വെളിച്ചമുണ്ട്, അല്ലെങ്കിൽ അവിടെ എല്ലാം ഉണ്ട്. അവിടെ പോയവർ തിരിച്ചു വരില്ല, ആനന്ദം മാത്രമേ ഉള്ളൂ, ദുഃഖങ്ങളില്ല. കുണ്ടമില്ലാത്ത സ്ഥലമാണ്. അങ്ങോട്ട് വരൂ എന്ന് ഭഗവത്ഗീതയിൽ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻവിറ്റേഷൻ കാർഡുമായിട്ട് ഭഗവാൻ വരുന്നു. ഭാഗവതത്തിലും ഭഗവാൻ നമ്മളെ ആകർഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പല ലീലകളും അദ്ദേഹത്തിന്റെ നാമം രൂപ ഗുണലീലകളിലൂടെ നമ്മളെ ആകർഷിപ്പിക്കുന്നു. ഒരുപാട് ഭഗവാന്റെ പരിശുദ്ധ ഭക്തരെ കുറിച്ച് ഭാഗവതത്തിൽ പറയുന്നു. നമ്മളെ വലിച്ചുകൊണ്ടിരിക്കുകയാണ് പല രീതിയിലും. വരൂ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. വിളിക്കുന്നു. പക്ഷെ നമ്മൾ പറയുന്നു വരില്ല എന്ന് പറയുന്നു. അങ്ങോട്ട് ഭഗവാൻ വലിക്കുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് വലിക്കുന്നു. ഭഗവാനെ അല്ല വലിക്കുന്നത്. ആ ഭഗവാൻ കയറ് വെച്ച് വലിക്കുകയാണെങ്കിൽ കയറ് നമ്മൾ വലിക്കുന്നു, പക്ഷെ ഭഗവാൻ അടുത്തോട്ട് വരുന്നില്ല. നമ്മൾ ഇവിടുന്ന് രക്ഷപ്പെടാൻ, അതായത് അങ്ങോട്ട് പോകാൻ താല്പര്യമില്ല. ഇതാണ് വിഷയം. വിഷയം ഈ ലോകത്തിലെ ഭൗതികമായിട്ടുള്ള ഇന്ദ്രിയ സുഖഭോഗങ്ങളിൽ നമ്മൾ മുഴുകി അതായി നമ്മുടെ ജീവിതത്തിന്റെ ഭാഗം. അത് ജീവിതത്തിന്റെ ഭാഗമായി മാറി. അതില്ലെങ്കിൽ പറ്റാത്തൊരവസ്ഥയാണ്. ഇതാണ് എല്ലാം എന്ന് വിചാരിക്കുന്നു. അവിടെയാണ് പ്രശ്നം. അങ്ങനെ ഇരിക്കുന്ന നമ്മുടെ ഇടയിലേക്കാണ് ശീല പ്രഭുപാജിയും മറ്റുള്ള ആചാര്യന്മാരും ഒക്കെ, ഗോസ്വാമിമാരും ഗുരു പരമ്പരയിലുള്ള ആചാര്യന്മാരും എല്ലാവരും
ശ്രീ ചൈതന്യ മഹാപ്രഭു നേരിട്ട് വന്നും എല്ലാം നമ്മുടെ കണ്ണുകളിൽ വെളിച്ചം തരുന്നത്. എഴുന്നേൽക്കൂ, സമയം കുറെയായി, ജന്മജന്മാന്തരങ്ങളായി നീ പാഴാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇനിയെങ്കിലും രക്ഷപ്പെടാനുള്ള മാർഗം നോക്കും, ഇതൊക്കെയാണ് മാർഗം, സ്വീകരിച്ചോളും എന്ന് പറയുന്നു. അനന്ത പത്മനാഭ ഹരേ കൃഷ്ണ സത്സംഗത്തിൽ പങ്കെടുക്കൂ, എല്ലാ ദിവസവും ഭാഗവതം കേൾക്കൂ എന്നൊക്കെ പറയുന്നുണ്ട് ഭഗവാൻ. പക്ഷെ ചിലവര് അത് കേൾക്കുന്നു, ചിലവര് ആ ഒരു ഓപ്പർച്യൂണിറ്റി എടുക്കുന്നുണ്ട്, ചിലവര് ഓപ്പർച്യൂണിറ്റി എടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഭഗവാനോടും ഗുരുജനങ്ങളോടും കടപ്പെട്ടിരിക്കുന്നു. അവരുടെ മഹാകൃപ കൊണ്ടാണ് ഇന്ന് നമ്മൾ എന്തെങ്കിലും കുറച്ച് ആത്മീയ പാതയിൽ കുറച്ച് ചെറിയൊരു സ്റ്റെപ്പെങ്കിലും വെക്കാൻ ശ്രമിക്കുന്നത്. കുട്ടികളെ പോലെ, ചെറിയ കുട്ടികൾ നടന്ന് തുടങ്ങുന്ന സമയത്ത് വീഴുന്നു, എഴുന്നേൽക്കുന്നു, വീണ്ടും നടക്കുന്നു, അതേപോലെ ബേബി സ്റ്റെപ്സ് വെക്കാൻ നോക്കുന്നു നമ്മൾ ഓരോരുത്തരും. അത് അവരുടെ കൃപ കൊണ്ടാണ്. എന്നാൽ അങ്ങനെ നമ്മൾ നടന്ന് ഒരു ദിവസം നമുക്ക് നടക്കാൻ സാധിക്കും. കാര്യം അവരുടെ കൃപ കൊണ്ട്, നമ്മുടെ കഴിവ് കൊണ്ടല്ല, ഗുരുജനങ്ങളുടെയും ഭഗവാന്റെയും രാധാറാണിയുടെ എല്ലാം മഹാകൃപ കൊണ്ട് നമുക്കത് സാധിക്കും. എന്നാൽ അത് സാധിക്കണമെങ്കിൽ എഴുന്നേറ്റ് നടക്കാനുള്ള ഒരു ഇൻട്രസ്റ്റും ഒരു എഫേർട്ടും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അതായത് നടക്കാൻ ശ്രമിക്കുന്നു, വീണു കഴിഞ്ഞാൽ കുട്ടി പറയുന്നു ഞാൻ ഇനി എഴുന്നേക്കില്ല, എനിക്ക് ഇനി നടക്കാൻ പറ്റില്ല, കാര്യം ഞാൻ വീണുകൊണ്ടിരിക്കുന്നു, എനിക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി എന്തെങ്കിലും നടക്കാൻ പഠിക്കുമോ? അങ്ങനെയാണെങ്കിൽ ഇല്ല. കുട്ടി എഴുന്നേറ്റ് ഒരു എഫേർട്ട് എടുത്ത് നടക്കുന്നു, വീണ്ടും വീഴുന്നു, പിന്നെ വീണ്ടും നടക്കുന്നു, അങ്ങനെ സക്സസ് ആവുന്നു. അതേപോലെ നമുക്കും നമ്മുടെ ജീവിതത്തിൽ പല വീഴ്ചകളും താഴ്ചകളും പ്രശ്നങ്ങളും പല ക്ലേശങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വരും. കർമ്മങ്ങളുടെ ഫലം കൊണ്ടോ അല്ലെങ്കിൽ പല കാരണങ്ങളും കൊണ്ടും അത് നടക്കും. അത് അതിന്റെ വഴിക്ക് നടക്കട്ടെ. പക്ഷെ ഭഗവാന്റെ തൃപ്പാദങ്ങൾ നമ്മൾ ഒരിക്കലും കൈവിടാൻ പാടില്ല. മുറുകെ പിടിക്കുക. അത് മാത്രമേ ഉള്ളൂ നമ്മുടെ ഒരേ ഒരു ആഗ്രഹവും ഒരേ ഒരു ലക്ഷ്യവും. വേറെ ഒന്നും ആഗ്രഹിക്കേണ്ട ആവശ്യമില്ല. ന നാകപൃഷ്ടം ന ച പാരമേഷ്ട്യം ന സർവഭൗമ ന രസാധിപത്യം ന യോഗസിദ്ധിം പുനർഭവം വാ സമഞ്ജസത്വ വിരഹീയ കാംക്ഷേ ന ധനം ന ജനം ന സുന്ദരിം കവിതാം വാ ജഗദീശ കാമയേ മമ ജന്മനീശ്വരേ ഭവതാ ഭക്തിർ ആഹിത്തുകി ത്വയി നാഹം വന്ദേ ന തവ ചരണയോർ ദ്വന്ദ്വമദ്വന്ദ് ഹേതോ കുംഭി പാകം ഗുരുമപി ഹരേ നാരകം നാപനേന്തും രമ്യ രാമ മൃദുതനുലത നന്ദനെ നാപിരന്തും ഭാവേ ഹൃദയ ഭവനെ ഭാവയം ഭവന്തം. എപ്പോഴും ഭഗവാനെ ഹൃദയത്തിൽ ഓർക്കുക, ഭഗവാനെ സ്മരിക്കുക, ഭഗവാനെ സേവിക്കുക. ഇത് മാത്രമേ ഉള്ളൂ എന്റെ ആഗ്രഹം, നമ്മുടെ ആഗ്രഹം ആയിരിക്കണം. ഇങ്ങനെ ആയിരിക്കണം. ഇതാണ് ആചാര്യന്മാര് പറഞ്ഞു തരുന്നത്, ശാസ്ത്രങ്ങൾ പറയുന്നത്. അങ്ങനെ ആവട്ടെ നമ്മൾ ഓരോരുത്തരുടെയും ആഗ്രഹം, അത് മാത്രമാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നു. അങ്ങനെ ഈ ഒരു അധ്യായം ഇവിടെ അവസാനിക്കുന്നു. 11ാമത്തെ അധ്യായം സ്കന്ധം 1 ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ നാളെ നമുക്ക് 12ാമത്തെ അധ്യായം ആരംഭിക്കാം. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം കി ജയ്, ജഗദ്ഗുരു ശീല പ്രഭുപാദ് കി ജയ്, സമവേദ ഗൗര ഭക്ത വൃന്ദ കി ജയ്, ഗൗഡിയ ഗുരു വൃന്ദ കി ജയ്, ഇസ്കോൺ ഗുരു വൃന്ദ കി ജയ്, श्री सच्चिनंदन श्री गौर हरि की जय, श्री वृंदावन धाम की जय. जय जय श्री राधे श्याम, जय जय श्री राधे श्याम, जय जय श्री राधे श्याम. निताय गौर प्रेमानंदे. हरे कृष्ण. താങ്ക് യു. ഹരേ കൃഷ്ണ പ്രഭുജി, ദണ്ഡവത്പ്രണാമം. ഭഗവാന്റെ പാസ്റ്റ് ടൈം പറഞ്ഞപ്പോ അതിൽ ലയിച്ചിരുന്നു. പെട്ടെന്ന് പ്രഭു അത് കുറെ കൂടെ പ്രതീക്ഷിച്ചു ഞങ്ങള്. ഞാൻ മാത്രമല്ല, ഒരുപാട് പേര്. ഹരേ കൃഷ്ണ. എനി കമന്റ്സ്? നമ്മൾ ഓടി ദശമസ്കന്ധത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു പ്രഭു. ഒരു ദിവസം അവിടെ എത്തും, പിന്നെ അവിടെ നിന്ന് പിന്നെ നീങ്ങില്ല, അവിടെ തന്നെ. തീർച്ചയായിട്ടും പ്രഭു. ഹരേ കൃഷ്ണ. സംശയമൊന്നുമില്ലാത്ത സ്ഥിതിക്ക് ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രഭുജി പറഞ്ഞില്ലേ ശുദ്ധഭക്തർക്ക് ദ്വന്ദ്ങ്ങളിൽ അവര് ഇതാകത്തില്ലെന്ന്. അതിനൊരു ഉദാഹരണമല്ല ഗുരു മഹാരാജ് എത്രയും മാത്രം ക്ലേശങ്ങൾ അനുഭവിക്കുന്നു. തീർച്ചയായും. അതെ, ഞാനത് പറഞ്ഞപ്പോൾ ഗുരു മഹാരാജ് തന്നെയായിരുന്നു എന്റെ മനസ്സിൽ. ഗുരു മഹാരാജും പിന്നെ അതേപോലെ 1-2 വേറെ ഭക്തരും ഉണ്ട്. അത് ഓർത്ത് തന്നെയാണ് പറഞ്ഞത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.
ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ, പറയൂ. പിന്നെ നേരത്തേക്ക് പ്രഭുജി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആൾക്കാർക്ക് ഭാഗവതം പഠിപ്പിക്കുന്ന ആൾക്കാരൊക്കെ ഈ ബാക്കിയെല്ലാം ഭാഗവതത്തിന്റെ മറ്റുള്ള സ്കന്ധങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് അവര് പിന്നെ മര്യാദ കാണിക്കാതെ 10ാമത്തെ അധ്യായത്തിലെ സ്കന്ധത്തിലേക്ക്, ഭഗവാന്റെ ലീലകളിലേക്ക് നേരിട്ട് കടക്കുന്നതെന്ന്. എനിക്ക് തോന്നുന്നു അവരൊക്കെ ശ്രീല പ്രഭുപാദ്ജിയും നമ്മുടെ വൃന്ദാവനത്തിലെ ചൈതന്യ മഹാപ്രഭുവിന്റെ ശിഷ്യഗണങ്ങളും ഒക്കെ ഉള്ള ഗോസ്വാമിമാരൊക്കെ അവരുടെ പ്രഭുജി പറയുന്നത് പോലെ അവരുടെ കമന്ററീസ് ഒക്കെ ചേർന്നിട്ടുള്ള ഈ ഭാഗവതമാണ് പഠിച്ചിരുന്നെങ്കിൽ അവരൊരിക്കലും അങ്ങനെ പറയില്ലായിരുന്നു പ്രഭുജി. എന്ന് പറഞ്ഞാൽ അതിലുള്ള തേന് മൊത്തം പുറത്തോട്ടെടുത്ത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഭഗവാൻ തന്നെ, ഭഗവാന്റെ റാണിമാര്, ഭഗവാന്റെ മഹിഷിമാരെന്ന് പ്രഭുജി പറയുമായിരുന്നു. ആ മഹിഷിമാരുടെ അവര് ചിലപ്പം വെറുതെ ആയിരിക്കും. കാരണം അവരെല്ലാവരും പ്രഭുജി പറഞ്ഞതനുസരിച്ച് ഗോപികമാരെ പോലെ തന്നെ അവരെല്ലാവരും അതീന്ദ്രിയരായിട്ടുള്ള ആൾക്കാരാണ് ഭഗവാന്റെ കൂടെ വന്നിരിക്കുന്ന ഒരു ഭൗതികമായിട്ടുള്ള ആൾക്കാരല്ല അവര്. അപ്പൊ അവരുടെ സൗന്ദര്യം എന്ന് പറയുമ്പോൾ ഭഗവാൻ ഈ ലോകത്തേക്ക് ഏറ്റവും എല്ലാ ഭഗങ്ങളും, പ്രഭുജി പറഞ്ഞതുപോലെ ഭഗങ്ങളുള്ള ആളാണല്ലോ, എല്ലാം തികഞ്ഞ ആളാണ്. അപ്പൊ അത്രയ്ക്ക് സൗന്ദര്യത്തിലും തികഞ്ഞ ആൾ. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യമാരായിരിക്കുന്നവർക്ക് അത്രയ്ക്കും സൗന്ദര്യമൊക്കെ ഉണ്ടാവുമല്ലോ പ്രഭുജി. ഭഗവാനോട് ആർക്കും കോമ്പറ്റേറ്റ് ചെയ്യാൻ ഒന്നിനും പറ്റാത്ത അത്രയ്ക്ക് ഭഗവാൻ മുകളിലാണ്. അപ്പൊ ഭാര്യമാർക്ക് ഭഗവാനെ കാണുമ്പോൾ ഒരു കുറെ ദിവസം കാണാൻ, കുറെ മാസങ്ങൾ കാണാത്തതിന്റെ ഒരു ഇത് ഉണ്ടായിരിക്കും. പക്ഷെ ഭഗവാന്റെ ഭക്തരുടെ ആത്മാവ്, അവരുടെ ഹൃദയം, അവരുടെ ആത്മാവാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നിയത് ഇരുട്ടത്ത് ഒരു മിന്നാമിനുങ്ങുണ്ടായിരുന്ന അതിന്റെ പ്രകാശമായിരിക്കും എല്ലാവർക്കും കാണാൻ പറ്റുക. അതുപോലെ ഭഗവാൻ ഈ ഓരോ ജീവാത്മാക്കളുടെയും ഹൃദയം, അവരുടെ ആത്മാവിനെയായിരിക്കും ഭഗവാൻ എപ്പോഴും എല്ലാവരെയും കാണുന്നത്. നമ്മൾ ഒരുപാട് ഭക്തരുടെ കാര്യം നമുക്ക് അറിയാമല്ലോ. ഭഗവാൻ എപ്പോഴും ഭക്തരുടെ ഇഷ്ടം ആണ് ഭഗവാൻ എപ്പോഴും നടപ്പിലാക്കി കൊടുക്കുന്നത്. അവരുടെ ആഗ്രഹം, അവർക്ക് താഴെയാണോ ഭഗവാൻ. അതുകൊണ്ടായിരിക്കും ഭാര്യമാർ അങ്ങനെ വിചാരിച്ചത്. അവർ അത്രയ്ക്ക് ശ്രേഷ്ഠരായിട്ടുള്ള പരിശുദ്ധ ഭക്തരായിരിക്കുമല്ലോ പ്രഭുജി. ഭഗവാന് ഭാര്യമാരായിട്ട് വരണമെന്ന്. ഹരേ കൃഷ്ണ. തീർച്ചയായിട്ടും ആ ഒരു പൊസിഷൻ അവർക്ക് കിട്ടണമെങ്കിൽ അവർ സാധാരണ ആളുകളല്ല, നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും അത്രയും ക്വാളിഫിക്കേഷനുള്ള ആളുകളാണ്. സോ ഇതെല്ലാം ഭഗവാന്റെ ലീലകളുടെ ഭാഗം. അല്ലെങ്കിൽ ആ രസം, മാധുര്യഭാവം വർക്ക് ചെയ്യില്ല. മാധുര്യരസം വർക്ക് ചെയ്യണമെങ്കിൽ അവിടെ യോഗമായ ഇടപെടണം, ഇല്ലെങ്കിൽ നടക്കില്ല. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. പ്രഭുജി, ഞാനൊരു ചെറിയൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഭഗവാന്റെ സൗന്ദര്യത്തില് പരമശിവൻ പോലും അതിൽ അടിമപ്പെട്ടു പോയ സൗന്ദര്യം കണ്ടിട്ട്. അപ്പൊ ഇപ്പം നമ്മുടെ ഈ കലിയുഗത്തിൽ പോലും നമ്മുടെ ചൈതന്യ മഹാപ്രഭു വന്നപ്പം തീഷ്ണമായ സൗന്ദര്യം എന്ന് പ്രഭുജിയിലൂടെ ഞാൻ കേട്ടിട്ടുണ്ട്. രാധാറാണിയുടെയും ഒരുമിച്ചുള്ള ആ സൗന്ദര്യമാണെന്ന്. അപ്പൊ അതിൽ തന്നെ എത്ര പേര് കേൾക്കുന്നവര് തന്നെ എത്ര പേര് പ്രഭുജി മയങ്ങി പോകുന്നു അദ്ദേഹത്തെ ഒന്ന് കാണാൻ, അദ്ദേഹത്തിന്റെ പാദങ്ങളൊന്ന് കാണാൻ, അദ്ദേഹത്തിന്റെ സൗന്ദര്യം കാണാൻ വേണ്ടി എത്ര പേര് അതിൽ മയങ്ങിപ്പോയി. പിന്നെ ഇനി ഭഗവാനെ പറയാനുണ്ടോ? ഗോലോക വൃന്ദാവനത്തിൽ പോയി കഴിഞ്ഞാല് നമുക്ക് കൃഷ്ണനെയും കാണാം, രാധാറാണിനെയും കാണാം. ഇനി ഇവര് രണ്ടുപേരും കൂടെ ചേർന്നിട്ടുള്ള ചൈതന്യ മഹാപ്രഭുവിനെയും കാണാം. എല്ലാവരും അവിടെ ഉണ്ട്. നമ്മൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കുക, കാത്തിരിക്കുക. മഹാപ്രഭുവിന്റെ കൃപയാണ് നമുക്ക്. അല്ലെങ്കിൽ ഇതൊന്നും പുറത്തേക്ക് വരില്ലായിരുന്നു. നമ്മളൊക്കെ ഏതവസ്ഥയിലേക്ക് പോകുമെന്നറിയില്ല. ശ്രീമദ് ഭാഗവതമൊക്കെ ഇന്നത്തെ പോലെ ഇപ്പോൾ നമ്മൾ ആക്സസ് ചെയ്യുന്ന പോലെ നമുക്ക് കിട്ടില്ലായിരുന്നു. നാമം അതേപോലെ നമ്മൾ ചൊല്ലില്ലായിരുന്നു. എല്ലാം ചൈതന്യ മഹാപ്രഭു, രാധാകൃഷ്ണന്റെ കൃപയാണ്. രാധാകൃഷ്ണൻ തന്നെയാണ് ചൈതന്യ മഹാപ്രഭു. ഒന്നും പറയാനില്ല. ഹരേ കൃഷ്ണ പ്രഭു. സോറി പ്രഭു. നമ്മുടെ ജഗസാക്ഷി പ്രഭു ഇന്നലത്തെ ഒരു ക്ലാസ്സിൽ അദ്ദേഹം പറയണ്ടായി, ഇവിടെ ഭഗവാൻ ചില ക്ഷേത്രങ്ങളിൽ 3 മണിക്ക് ഭഗവാന്റെ നിർമാല്യമുണ്ട്, ചില ക്ഷേത്രങ്ങളിൽ 4 മണി, ഇസ്കോണിൽ 4:30 മണി. പക്ഷെ ഇവിടെയുള്ള ഭക്തന്മാരെല്ലാം 7 മണിക്കാര് വരാറുണ്ട്. ഭഗവാൻ ഉണരുന്നുണ്ട്.
അപ്പൊ ഇവിടെ ഇപ്പൊ ഗോസ്വാമിയെ കുറിച്ച് പറഞ്ഞു പ്രഭുജി അല്ലെ. 3 മണിക്കൂറും 24 മണിക്കൂറിൽ ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെയാണ് അദ്ദേഹം ഗോസ്വാമിമാർ ഉറങ്ങുന്നത്. അവർ കഴിക്കുന്നത് ഒരു സംഭാരം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മളൊക്കെ ആ സ്റ്റേജിൽ എത്തേണ്ടി വരും അല്ലെ. ആ ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ട് ഇനി അങ്ങോട്ട് വൃന്ദാവനിലേക്ക് പോകാൻ പറ്റുമോ എന്നുള്ളതെ കുറിച്ച് ചിന്തിച്ചു പോയി. ഹരേ കൃഷ്ണ പ്രഭു. തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട് ഇനിയും. തീർച്ചയായിട്ടും അതിന് സംശയമൊന്നുമില്ല. പക്ഷെ സാധിക്കും ഇതെല്ലാം. ഗോസ്വാമിമാരുടെ ഒരു ലെവല് നമുക്കറിയില്ല, നമുക്ക് ആ ഒരു ലെവലിലേക്കൊക്കെ. പക്ഷെ ഭഗവാന്റെ കൃപ, നമ്മുടെ ആത്മാർത്ഥത കാണുമ്പോൾ ഭഗവത് കൃപയുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ചൊക്കെ എളുപ്പാക്കി തരും നമുക്ക്. ആ ഒരു പ്രതീക്ഷയിൽ നമുക്ക് ഇരിക്കാം. ആത്മാർത്ഥതയോടുകൂടി ചെയ്യണം, അപ്പോഴാണ് നമുക്ക് എളുപ്പാക്കി തരുള്ളൂ. പ്രഭുജി, ഹരേ കൃഷ്ണ പ്രഭുജി, നമ്മളെല്ലാവരും ഉയർന്ന് ഗോസ്വാമിമാരെ പോലെ ആവില്ലായിരിക്കും. നമ്മുടെ എല്ലാ കാറ്റഗറീസ് ഓഫ് പീപ്പിളും ഭഗവാന്റെ ആ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നല്ലോ ഭഗവാന്റെ. അപ്പൊ അങ്ങനെയുള്ള ഓരോ ലെവലിലുള്ള ആൾക്കാരെ ഭഗവാൻ അതോടുകൂടി അങ്ങ് അബ്സോർവ് ചെയ്യുമായിരിക്കും പ്രഭുജി. പക്ഷെ ഒരു കാര്യമുണ്ട്, ഹൃദയത്തിൽ ഇപ്പൊ ഗോസ്വാമിമാരെ പോലെ എല്ലാം വിരക്തിയോടുകൂടി പോവുക എന്നുള്ളത് ആ ഒരു കാര്യമല്ല. പക്ഷെ ഹൃദയത്തിൽ വേറൊന്നുമില്ല, അനന്യഭക്തി അത് വേണം. അത് എന്താണെങ്കിലും വേണം, അത് ഏത് പൊസിഷനിലാണെങ്കിലും. അതിപ്പോൾ അംബരീഷ് മഹാരാജാവിന്റെ പോലെ രാജാവായിട്ട് ഇരുന്നാലും കുഴപ്പമില്ല. അംബരീഷ് മഹാരാജാവും ഗോസ്വാമിമാരെയും കുറിച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ രണ്ടുപേരും ഭഗവത് പ്രാപ്തി നേടിയവരാണ്. ഗോസ്വാമിമാര് പിന്നെ അവിടെ നിന്ന് വരുന്നവരാണ്. അംബരീഷ് മഹാരാജാവ് ഒരു ഭക്തനായിട്ട് നമ്മൾ എടുക്കുവാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഭഗവാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പൊസിഷൻ എന്ത് വേണമെങ്കിൽ ആവട്ടെ, രാജാവാം, അല്ലെങ്കിൽ വിരക്ത ചൂടാമണി ആവാം, അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ആവാം. പക്ഷെ ഇപ്പൊ പാണ്ഡവരെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവരും പരിശുദ്ധ ഭക്തരാണ്. എന്തെങ്കിലും കുറവുണ്ടായിരുന്നു അവർക്ക്, അർജുനനാണെങ്കിലും പേരിനും പ്രശസ്തിക്കും, പക്ഷെ അവര് പരിശുദ്ധ ഭക്തരാണ്. ഭക്തിയാണ് എല്ലാം, ബാക്കിയുള്ള ഡെസിഗ്നേഷൻ ഒക്കെ ഒന്നും പ്രസക്തിയില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ അല്ലേ. എന്തെങ്കിലും ഉണ്ടോ മാതാജി? ഹരേ കൃഷ്ണ. മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. പ്രഭുജിയോട് അതൊരു 2 പ്രാവശ്യം ഹരേ കൃഷ്ണ മന്ത്രം പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 കൃപതരോപേക്ഷ കൃപാ സിന്ധുപേവച പതിതാനാം ഭാവനൈഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനേക കോടി വൈഷ്ണവ വൃന്ദയ്ക്ക് ഹരിനാമ സങ്കീർത്തന യജ്ഞയ്ക്ക് ഹരേ കൃഷ്ണ മഹാമന്ത്രയ്ക്ക് ശില പ്രഭുപാദയ്ക്ക് ജയ്. ശ്രീ അനന്ത പത്മനാഭ സ്വാമിക്ക് ജയ്. हरे कृष्णा प्रभु जी, धन्यवाद प्रणाम. हरे कृष्णा. കൃഷ്ണ പ്രഭുജി.